എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 7 അല്ലേ? നമ്മുടെ അധ്യായം 7 40 ശ്ലോകം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ ദക്ഷൻ്റെ യജ്ഞശാലയിലേക്ക് വന്നെത്തിയ മഹാവിഷ്ണുവിനെ അവിടെയുള്ള മറ്റെല്ലാ ദേവന്മാരും ബ്രഹ്മാവും മഹാദേവനും ഉൾപ്പെടെ എല്ലാവരും മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന ആ സ്തുതിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 41-ാമത്തെ ശ്ലോകത്തിൽ അഗ്നി ഉവാച, അഗ്നിദേവൻ്റെ സ്തുതിയാണ് നമ്മൾ കേൾക്കുന്നത്. യത് തേജസ അഹം സുസംമിത തേജ ഹവ്യം വഹേ സു അദ്വരേ ആജ്യസിക്തം തം യജ്ഞിയം പഞ്ചവിധം ച പഞ്ചഭിഃ സു ഇഷ്ടം യജുഭിഃ പ്രാണദഃ അസ്മി യജ്ഞം. അഗ്നിദേവൻ പറയുന്നത്, യത് തേജസ, ഭഗവാനെ അങ്ങയുടെ തേജസ് കൊണ്ടാണ്, അഹം ഞാൻ, സുസംമിത തേജ, അഗ്നി പറയാണ് ഞാനിങ്ങനെ കത്തിജ്വലിക്കുന്ന തേജസ്സായിട്ടിരിക്കുന്നത് അങ്ങയുടെ തേജസ്സിനാലാണ്. ആ പ്രകൃതി എന്ന ആ ശക്തിയാണ് അഗ്നിയെ ജ്വലിപ്പിച്ച് ഇങ്ങനെ തേജസ്സോടുകൂടി നിർത്തുന്നത് എന്നാണ് ആ പറയുന്നത്. അപ്പം അങ്ങയുടെ തേജസ്സാണ് എന്നെ അഗ്നിയെ ഇങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ട് തേജസ്സോടുകൂടി നിർത്തുന്നത്. ഇനി സു അധ്വരെ, ഈ യജ്ഞത്തിൽ അഗ്നിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ? യാഗം നടത്തുമ്പോൾ ആ ഹോമകുണ്ഡത്തിൽ അഗ്നി ഇങ്ങനെ കത്തുന്നത്, അതിങ്ങനെ പ്രകാശിക്കുന്നത്, ആ അഗ്നിയിലേക്ക് ആജ്യസിക്തം എന്ന് വെച്ചാൽ നെയ്യിൽ കുതിർന്ന് അല്ലെങ്കിൽ നെയ്യോടുകൂടിയ ഹവ്യം, ആ ഹവ്യം ഹവേ എന്ന് വെച്ചാൽ അർപ്പിക്കുന്ന ആ ഹവിസ്, അതും അപ്പോൾ അത് ആ അഗ്നിദേവനായ എനിക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുന്നതും അങ്ങ് നൽകുന്ന ശക്തിയാലാണ് ഭഗവാനെ. അഗ്നിയായിട്ട് എനിക്കിങ്ങനെ ജ്വലിച്ച് തേജസ്സോടു കൂടി നിൽക്കാൻ കഴിയുന്നത് അങ്ങ് നൽകുന്ന അങ്ങയുടെ തേജസ് കൊണ്ടാണ്. ഇനി ആ യജ്ഞത്തിൽ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന നെയ്യോടുകൂടിയ ആ ഹവിസിനെ എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതും അങ്ങയുടെ തേജസ്സിനാലാണ്. ബഹേ എന്ന് വെച്ചാൽ സ്വീകരിക്കുക, ഹവ്യം അർപ്പിക്കുന്ന ആ ഹവിസിനെ എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതും അങ്ങയുടെ തേജസ്സിനാലാണ്. ആയതുകൊണ്ട് യജ്ഞിയം, അതായത് യജ്ഞത്തിൻ്റെ സംരക്ഷകനായ യജ്ഞത്തിൻ്റെ ദേവനായ ഭഗവാനെ പഞ്ചവിധം ച, 5 വിധത്തിലുള്ള തർപ്പണത്താലും പഞ്ചഭിഹി യജുഭിഹി, 5 വിധത്തിലുള്ള യജുർവേദ മന്ത്രത്താലും സു ഇഷ്ടം, ഞങ്ങൾ അങ്ങയെ വളരെ നന്നായി ആരാധിക്കുന്നു. അങ്ങനെയുള്ള യജ്ഞപുരുഷനായ മഹാവിഷ്ണു ഭഗവാനെ പ്രണതഃ അസ്മി, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു എന്നാണ് അഗ്നിദേവൻ പറഞ്ഞത്. അപ്പോൾ അഗ്നിയായി ജ്വലിക്കാൻ എനിക്ക് സാധിക്കുന്നത് അങ്ങയുടെ തേജസ്സിനാലാണ്. യജ്ഞത്തിലേക്ക് അർപ്പിക്കുന്ന നെയ്യോടുകൂടിയ ഹവിസിനെ അഗ്നിദേവനെ സ്വീകരിക്കാൻ കഴിയുന്നത്, അഗ്നിദേവന് ആ സ്വീകരിക്കാനുള്ള ശക്തിയായിരിക്കുന്നതും അങ്ങ് നൽകുന്ന തേജസ്സിനാലാണ്. ആയതിനാൽ യജ്ഞത്തിൻ്റെ സംരക്ഷകനായിരിക്കുന്ന അങ്ങയെ 5 വിധത്തിലുള്ള തർപ്പണത്താലും 5 വിധത്തിലുള്ള വേദമന്ത്രത്താലും
എല്ലാവരും അങ്ങയെ വളരെ നന്നായി ആരാധിക്കുന്നു. അപ്പോൾ ആ യജ്ഞത്തിലേക്ക് കൊടുക്കുന്ന യാഗം നടത്തുമ്പോൾ ജപിക്കുന്ന മന്ത്രങ്ങളും അതിലേക്ക് അർപ്പിക്കുന്നത് എല്ലാം ആ മഹാവിഷ്ണുവിനെ, ഭഗവാനെ ആരാധിച്ചുകൊണ്ടാണ്, യജ്ഞപുരുഷന് വേണ്ടിയാണ് സമർപ്പിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് അഗ്നിദേവനും ഭഗവാനെ സ്തുതിച്ചു. അടുത്തത് 42ാമത്തെ ശ്ലോകം. ദേവ ഊജു, ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചതാണ് പറയുന്നത്. പുരാ കൽപ്പ അപായേ സ്വകൃതം ഉദരീകൃത്യ വികൃതം ത്വം ഏവ അദ്യ തസ്മിൻ സലില ഉരഗ ഇന്ദ്ര അതിശയനെ പുമാൻ ശേഷേ സിദ്ധൈഹി ഹൃദി വിമൃശിത അധ്യാത്മപദവിഃ സ ഏവ അദ്യ അക്ഷ്ണോയഃ പഥി ചരസി ഭൃത്യാൻ അവസിനഃ. പുരാ കൽപ്പ അപായേ, പുരാ അപ്പം ദേവന്മാർ പറയാണ് ഭഗവാനെ പണ്ട്, കൽപ്പ അപായേ അതായത് ഒരു 1000 ചതുർയുഗങ്ങളുടെ അവസാനത്തിൽ ഒരു പ്രളയം ഉണ്ടാകുന്ന സമയത്ത് സ്വകൃതം, ഭഗവാൻ തന്നെ സ്വകൃതം എന്ന് വെച്ചാൽ അങ്ങ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വികൃതം എന്ന് വെച്ചാൽ ഈ ഒരു പ്രപഞ്ചത്തെ ഉദരീകൃത്യ, ആ പ്രളയം നടക്കുമ്പോൾ അങ്ങ് മുഴുവനെയും അങ്ങയുടെ ഉദരത്തിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുന്നു. അതാണ് പറയുന്നത് പണ്ട് പ്രളയം നടക്കുമ്പോൾ, ഒരു കൽപ്പത്തിൻ്റെ അവസാനത്തിൽ പ്രളയം വരുമ്പോൾ അങ്ങ് തന്നെ സൃഷ്ടിച്ച ഈ മുഴുവൻ പ്രപഞ്ചത്തെ അങ്ങ് തന്നെ അങ്ങയുടെ ഉദരത്തിൽ സംരക്ഷിക്കുന്നു. ത്വമേവ, അങ്ങ് തന്നെ ആദ്യം തസ്മിൻ സലീലെ, എന്നിട്ട് ആ തസ്മിൻ, ആ കാരണജലത്തിൽ ഉരക ഇന്ദ്ര അതിശയനേ ശേഷേ, അതായത് ആ നാഗരാജാവായിരിക്കുന്ന ആദിശേഷനാകുന്ന അതിശയനെ, ആ മെത്തയിൽ ശേഷേ അങ്ങ് പള്ളി കൊള്ളുന്നു, അങ്ങ് വിശ്രമിക്കുന്നു, അതായത് അതിൽ ഉറങ്ങുന്നു, യോഗനിദ്രയിൽ അമരുന്നു എന്നർത്ഥം. അപ്പം അങ്ങ് തന്നെ പ്രളയകാലത്ത് അങ്ങ് തന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ അങ്ങയുടെ ഉദരത്തിൽ സ്വീകരിച്ച് സംരക്ഷിക്കുന്നു. എന്നിട്ട് അങ്ങ് ആ കാരണജലത്തിൽ, ആ പ്രളയജലത്തിൽ, ആ കാരണജലത്തിൽ ആദിശേഷനെ മെത്തയാക്കിക്കൊണ്ട് ശയിക്കുകയും ചെയ്യുന്നു. ഹേ പുമൻ എന്നുവെച്ചാൽ ആദ്യ പുരുഷനായ ഭഗവാനെ, സിദ്ധൈഹി, സിദ്ധന്മാർ, സനകാദി മഹർഷിമാർ മുതലായ സിദ്ധന്മാർ, ഹൃദി, അവരുടെ ഹൃദയത്തിൽ, വിമർശിത അധ്യാത്മപദവി എന്ന് വെച്ചാൽ അവരൊരിക്കലും ഭഗവാനെ ഒരു ശരീരരൂപത്തിലല്ല ധ്യാനിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ, സിദ്ധന്മാരായ സനകാദിമാർ മുതലായ സിദ്ധന്മാർ അവരുടെ ഹൃദയത്തിൽ ജ്ഞാനസ്വരൂപനായി കണ്ട് ആരാധിക്കുന്ന, ജ്ഞാനമായിട്ട് കണ്ട് ആരാധിക്കുന്നത് അങ്ങയെയാണ്. അങ്ങനെയുള്ള സഹയേവ, അങ്ങനെയുള്ള അങ്ങാണ് അദ്യ എന്ന് വെച്ചാൽ ഇന്ന്, ഇപ്പോൾ, അക്ഷ്ണോയഹ ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ട്, ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ട്, പതി എന്ന് വെച്ചാൽ മുന്നിൽ വന്ന് ചരസി പ്രത്യക്ഷനായിരിക്കുന്നു. ഭൃത്യാൻ അവസീനഹ, ഞങ്ങളാകുന്ന ഭൃത്യന്മാരെ, അതായത് സാധുക്കളെ, അവസി സംരക്ഷിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ എന്ന് എല്ലാ ദേവന്മാരും പറയാണ്. പണ്ട് പ്രളയകാലത്ത് അങ്ങ് തന്നെ സൃഷ്ടിച്ച ആ മഹാവിശ്വപ്രപഞ്ചത്തെ അങ്ങയുടെ ഉദരത്തിലേക്ക് സ്വീകരിച്ചിട്ട് ആ കാരണജലത്തിൽ അങ്ങനെ ആദിശേഷന്റെ പുറത്ത് പള്ളിക്കൊള്ളുകയും ശയിക്കുകയും ചെയ്യുന്ന ആദ്യപുരുഷനായ ഭഗവാനെ, സനകാദികൾ മുതലായ സിദ്ധന്മാരുടെ ഹൃദയത്തിൽ ജ്ഞാനസ്വരൂപനായി വിളങ്ങുന്ന, അവർ ധ്യാനത്തിൽ കാണുന്ന ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന അങ്ങ്, അപ്പോൾ അങ്ങ് യഥാർത്ഥത്തിൽ ജ്ഞാനമാണ്. അങ്ങനെയുള്ള അങ്ങ് ഇന്നിപ്പോൾ ഞങ്ങളുടെയൊക്കെ മുന്നിൽ ഇതാ ഒരു ശരീരരൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ വന്നിരിക്കുന്നു. ഞങ്ങളെപ്പോലെയുള്ള സാധുക്കളുടെ സംരക്ഷകനായ ഭഗവാനെ, അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന് ദേവന്മാരും മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ശ്ലോകം 43. ഗന്ധർവ ഊജു, ഗന്ധർവന്മാരുടെ സ്തുതിയാണ് കേട്ടോ. അംശ തേ ദേവ മരീചി ആദയ ഏതേ ബ്രഹ്മ ഇന്ദ്ര ആദ്യ ദേവഗണ രുദ്രപുരോഗാഹ ക്രീഡാഭാണ്ഡം വിശ്വമിദം യസ്യ വിഭൂമം തസ്മൈ നിത്യം നാദ നമഃ തേ കരവാമഹ. ഗന്ധർവന്മാർ മഹാവിഷ്ണുവിനെ സ്തുതിച്ചത് ഇങ്ങനെയാണ് കേട്ടോ.
ഹേ ദേവ, അല്ലയോ ഭഗവാനെ, മരീചി ആദയഃ, മരീചി മുതലായ മഹർഷിമാരും, ഏതേ മുതലായ മഹർഷിമാരും, ബ്രഹ്മ ഇന്ദ്ര ആദ്യാ ദേവഗണ, ബ്രഹ്മാവ് ഇന്ദ്രൻ മുതലായ ദേവഗണങ്ങളും, രുദ്രപുരോഗാഹ, നേതൃത്വം വഹിക്കുന്ന മഹാദേവനും രുദ്രനും മഹാദേവനും എല്ലാം അംശ തേ, അങ്ങയുടെ അംശങ്ങളും അംശാംശങ്ങളുമാണല്ലോ ഭഗവാനെ. അപ്പൊ ഇവിടെ കാണുന്ന എല്ലാ മരീചി മുതലായ മഹർഷിമാരും, ബ്രഹ്മാവ് ഇന്ദ്രൻ മുതലായ ദേവന്മാരും, എല്ലാ ദേവന്മാരുടെയും ദേവനായ മഹാദേവനും എല്ലാം അങ്ങയുടെ അംശാംശങ്ങളുമാണല്ലോ ഭഗവാനെ. ക്രീഡാഭാണ്ഡം വിശ്വമിതം, ഈ വിശ്വം, ഇതം വിശ്വം, ഈ പ്രപഞ്ചം, ക്രീഡാഭാണ്ഡം എന്ന് വെച്ചാൽ അങ്ങയുടെ കയ്യിലെ ഒരു കളിപ്പാട്ടമാണ്. അങ്ങ് തിരിക്കുന്ന ഒരു പാവക്കളി എന്ന് പറയില്ലേ, ആ ചരടുമ്മേ കളിക്കുന്ന പാവ. ഈ പ്രപഞ്ചവും ഇവിടെ കാണുന്ന സർവചരാചരങ്ങൾ, ഒരു കൃമി കീടമാറ്റം പോലും അങ്ങയുടെ കയ്യിലെ കളിപ്പാവകളാണ്. അങ്ങ് തിരിക്കുന്നതിനനുസരിച്ച് തിരിയുന്ന കളിപ്പാവകളാണ്. യസ്യ, അങ്ങയുടെ വിഭൂമം എന്ന് വെച്ചാൽ അല്ലയോ സർവശക്തനായ ഭഗവാനെ, യസ്യ, അങ്ങയുടെ കയ്യിലെ ക്രീഡാഭാണ്ഡം, കളിപ്പാവകളാണ് ഈ പ്രപഞ്ചം. തസ്മൈ, അങ്ങനെയുള്ള ഭഗവാനെ, നാഥ, നിത്യം എന്നും, നമഃതേ, അങ്ങയെ നമിക്കുന്നു, കരവാമ, നമസ്കരിക്കുന്നു, നമസ്കാരം അർപ്പിക്കുന്നു, ചെയ്യുന്നു എന്നർത്ഥം. കരവാമ എന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ എന്നും ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന സർവരും, മരീചി മുതലായ മഹർഷിമാരും ദേവന്മാരും ദേവാദിദേവനായ മഹാദേവനും അങ്ങയുടെ അംശാംശങ്ങളുമാണല്ലോ ഭഗവാനെ. ഈ പ്രപഞ്ചം മുഴുവനും ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചവും സർവചരാചരങ്ങളും അങ്ങയുടെ കയ്യിലെ കളിപ്പാവകളാണ്. അങ്ങനെയുള്ള അങ്ങയെ നിത്യവും ഞങ്ങളിതാ നമസ്കാരം ചെയ്യുന്നു എന്ന് ഗന്ധർവന്മാരും മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ശ്ലോകം 44. വിദ്യാധര ഊജു. ഇനി വിദ്യാധരന്മാർ മഹാവിഷ്ണുവിനെ സ്തുതിച്ചതാണ് കാണുന്നത്. ത്വതുമായ അർത്ഥ അഭിബദ്ധ്യ കളേബര അസ്മിൻ കൃത്വാ മമ അഹമിതി ദുർമതി ഉത്പദൈഹി സ്വൈഹി ക്ഷിപ്തഃ അഭി അസത് വിഷയലാലസ ആത്മമോഹം യുഷ്മത് കഥാമൃത നിഷേവക ഉദ്വ്യുദസ്യേത്. ത്വത് മായയ, ഒന്നുകൂടി വായിക്കാം. ത്വത് മായയ അർത്ഥ അഭിബദ്ധ്യ കളേബര അസ്മിൻ കൃത്വാ മമ അഹമിതി ദുർമതി ഉത്പദൈഹി സ്വൈഹി ക്ഷിപ്തഃ അഭി അസത് വിഷയലാലസഃ ആത്മമോഹം യുഷ്മത് കഥാമൃത നിഷേവക ഉദ്വ്യുദസ്യേത്. ഇവിടെ വിദ്യാധരന്മാരായിട്ടുള്ള ദേവന്മാർ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതാണ്. ത്വത് മായയ, ഭഗവാനെ അങ്ങയുടെ മായയിൽപ്പെട്ട് അർത്ഥം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യ ശരീരം. അഭിബദ്ധ്യ എന്ന് വെച്ചാൽ സ്വീകരിച്ചിട്ടും, അതായത് ഈ ജീവാത്മാവ് ഒരു മനുഷ്യ ശരീരത്തെ സ്വീകരിക്കുന്നത് എന്തിനാ? ഞാൻ ആരാണ് എന്ന സത്യത്തെ അറിയുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മായയിൽ പെട്ടുകഴിഞ്ഞു, എന്നിട്ട് ബുദ്ധിഭ്രമം സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ത്വതു മായയ, അങ്ങയുടെ മായയിൽ പെട്ട് മനുഷ്യ ശരീരം അഭിബദ്ധ്യ കിട്ടിയിട്ടും കളേബര അസ്മിൻ, ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുന്നു. മമ അഹം ഇതി, മമ എൻ്റെ, അഹം ഞാൻ, ഇതി ഇപ്രകാരം കൃത്വ ചിന്തിക്കുന്നു. മനുഷ്യ ശരീരം കിട്ടുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ആ സാക്ഷാത്കാരം, ഞാൻ ആരാണ് എന്ന് അറിയുക എന്നതാണ് ആ ലക്ഷ്യം. പക്ഷേ ഈ മായയിൽ ശരീരം കിട്ടുമ്പോൾ ഈ ശരീര മനസ്സ് ബുദ്ധി മായയിൽ പെട്ട് അങ്ങനെ ഉഴറിയിട്ട് ഞാൻ ആരാണ് എന്ന് സത്യത്തെ മായ മൂലം മറഞ്ഞിട്ട് ഈ ശരീരമാണ് ഞാൻ, അപ്പോൾ ശരീരമാണ് ഞാനെന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് എൻ്റെ, എനിക്ക് എന്നുള്ള സ്വാർത്ഥ ചിന്തകളും വരുന്നു. ഇപ്രകാരം കൃത്വ ചിന്തിച്ചിട്ട് ദുർമതി എന്ന് വെച്ചാൽ ശരിയായ ബുദ്ധി നഷ്ടപ്പെടുക. മനസ്സിലായോ? ശരിയായ ബുദ്ധി നഷ്ടപ്പെട്ടിട്ട് ഉത്പദൈഹി, തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അധാർമികമായി ജീവിക്കുക, തെറ്റ് ചെയ്ത് ജീവിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ശരിയായ ജന്മലക്ഷ്യത്തെ അറിയാതെ, ഇപ്പൊ സാധാരണ സാത്വികനായിട്ട് നല്ല രീതിയിൽ കുടുംബം നോക്കി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നു. പക്ഷേ അതല്ലല്ലോ ജന്മലക്ഷ്യം. മനുഷ്യനായിട്ടൊരു ജന്മം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യം കാരണം ആ ജന്മത്തിൽ മാത്രമേ ബുദ്ധിയുള്ളൂ.
പ്രചോദിതമായ ബുദ്ധി മനുഷ്യർക്ക് മാത്രമേ ലഭിക്കുള്ളൂ. അതുകൊണ്ട് മനുഷ്യജന്മം കിട്ടുന്നത് ഒരുപാട് ജന്മത്തെ പുണ്യം കൊണ്ടാണ്. പാപം തീരുമ്പോഴാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ആ സോൾ അത്രയും പ്യുവറായി ഇനി ഞാൻ ആരാണ് എന്ന സത്യത്തെ സാക്ഷാത്കാരത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. പക്ഷെ അത് കിട്ടിയിട്ടും ആ ഒരു മായയിൽ പെട്ടിട്ട് ഞാൻ ഈ ശരീരമാണ്, ഇതെൻ്റെ, എനിക്ക് എന്നൊക്കെയുള്ള അഹങ്കാര ചിന്ത വന്ന് ശരിയായ ബുദ്ധി നശിച്ച് അങ്ങനെ അറിയേണ്ടതിനെ അറിയാതെ പോവുക. അതാണ് തത്പദൈ, അതായത് ഉത്പദൈഹി എന്ന് പറഞ്ഞാൽ തെറ്റായ പാതയിലൂടെ എന്നാണ് അർത്ഥം. തെറ്റായ പാത എന്ന് വെച്ചാൽ അറിയേണ്ടതിനെ അറിയാതെ ജീവിക്കുക, അതാണ് തെറ്റായ പാത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോയിട്ട് സ്വൈഹി എന്ന് വെച്ചാൽ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, അങ്ങനെയുള്ള സ്വന്തം കുടുംബം എന്ന ആ ക്ഷിപ്തഹ കുഴിയിൽ അങ്ങനെ വീണു പോകുന്നു. ഞാൻ എന്ന ചിന്ത ആദ്യം, അതിൽ നിന്നും എൻ്റെ, അപ്പം എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബം എന്നൊരു ചിന്ത, ആ ഒരു കുഴി, അതാണ് മമത എന്ന് പറയുന്നത്. ഈ മമതയാണല്ലോ എല്ലാ ഈ സാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരു ഘടകം ഈ മമതയാണ്. അപ്പം ആ ഒരു കുഴിയിൽ ക്ഷിപ്തഹ വീണു പോകുന്നു. അങ്ങനെ അസത് വിഷയ ലാലസ, അസത്ത് എന്ന് വെച്ചാൽ അങ്ങനെ വീണു പോയാലും അസത്തായിട്ടുള്ള ഭൗതിക വിഷയങ്ങളിൽ ലാലസ സന്തോഷം കണ്ടെത്തി ജീവിക്കുകയാണെങ്കിലും ആത്മമോഹം, ആത്മാവാണ് ഞാനെന്ന് അറിയാതെ അതിനെ മറച്ചു പിടിച്ച് മറഞ്ഞു പോകുന്ന മോഹത്തിൽ പെട്ടുപോയാലും, അതാണ് എന്ന് അവിടെ കൊടുക്കുന്നത്. ക്ഷിപ്തഹ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഭൗതികമായ അസത്തായ വിഷയങ്ങളിൽ സന്തോഷം കണ്ടെത്തി ആത്മാവിനെ അറിയാതെ മറഞ്ഞുപോയി എങ്കിൽ പോലും യുഷ്മത് കഥാമൃത നിഷേവക, ഭഗവാനെ അങ്ങയുടെ ഭാഗവത കഥാമൃതമാകുന്ന അമൃത് ഇങ്ങനെ നിഷേവക കുറേശ്ശെ പാനം ചെയ്യാൻ പറ്റിയാൽ ഉദ്വ്യുതസേത്, ഈ മായയെ നമ്മിൽ നിന്നും പതുക്കെ അകറ്റാൻ സാധിക്കുമെന്നും, മായ പതുക്കെ നമ്മളെ വിട്ടുപോകാൻ തുടങ്ങുമെന്ന്. എന്നും ഇങ്ങനെ ഭഗവത് ചരിതം കേട്ട് ഇങ്ങനെ വരുമ്പോൾ പതിയെ നമ്മൾ ആ സർവ്വതിലും നമ്മൾ സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞാൽ, ആത്മീയമാവാന്ന് വെച്ചാൽ അത് എന്തോ ഒരു വലിയ കാര്യത്തിലേക്ക് പോലല്ല. നമ്മുടെ മനസ്സ് ഈ സർവ്വചരാചരങ്ങളിലും ഭഗവാനെ കാണുക എന്നതാണ് ആ ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? അപ്പം നിത്യവും ഭഗവത് കഥകളിങ്ങനെ കഥയാകുന്ന അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവൻ്റെ മനസ്സിൽ ശത്രുവുണ്ട്, മിത്രമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, നല്ലവനുണ്ട്, കെട്ടവനുണ്ട്, ഈ വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാ ജീവസത്തകളിലും ഭഗവാനെ കാണാൻ ദർശിക്കാൻ കഴിയുന്ന ഒരു ഏകഭാവം അവനിൽ വരുമ്പോൾ മായ പതുക്കെ അവനെ വിടാൻ തുടങ്ങും എന്നാണ് ഇവിടെ വിദ്യാധരന്മാർ പറയുന്നത്. അതായത് ഒരു അർത്ഥം അഭിബദ്ധ്യ, ഒരു ശരീരം കിട്ടിയിട്ടും അതിൻ്റെ ലക്ഷ്യം കാണാതെ മായയിൽപ്പെട്ട് ഈ ശരീരമാണ് ഞാൻ എന്ന് ചിന്തിച്ച് എൻ്റെ എന്നൊക്കെയുള്ള ദുർചിന്തകളിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് പോവാതെ തെറ്റായ പാതയിൽ മമത, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ വീട് എന്നൊക്കെയുള്ള മമതയിൽപ്പെട്ട് ആ മമതയാകുന്ന കുഴിയിൽ വീണ് പോയാലും, അങ്ങനെ ഭൗതിക വിഷയങ്ങളിൽ സന്തോഷം കണ്ടെത്തി ആത്മാവ് മറഞ്ഞു പോയി ജീവിച്ചാൽ പോലും അതിൻ്റെ ആ ജീവിതത്തിൻ്റെ ഇടയിൽ പോലും അങ്ങയുടെ ഭാഗവത കഥാമൃതമാകുന്ന അമൃതത്തെ പാനം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെ ഉദ്വിതസ്യേത്, ഈ മായ വിട്ടൊഴിയാൻ തുടങ്ങും എന്ന് വിദ്യാധരന്മാരും ഭഗവാനെ സ്തുതിച്ചു. ബ്രാഹ്മണ ഊജു, ഇനി ബ്രാഹ്മണന്മാരുടെ സ്തുതിയാണ് കേട്ടോ. അത് ഇനി ഈ 45, 46, 47 3 ശ്ലോകങ്ങളിലായിട്ടാണ് ബ്രാഹ്മണ സ്തുതി പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണന്മാരുടെ ഒരു പ്രത്യേകത, നന്ദീശ്വരൻ്റെ ശാപനിമിത്തം കിട്ടിയത് അവർ അദ്വൈതത്തെ അറിയില്ല എന്നാണ് പറഞ്ഞത് നന്ദീശ്വരൻ, അല്ലേ? അവർ ദ്വൈതത്തിൽ നിൽക്കും. അതായത് വേദത്തിൽ പറയുന്ന ആചാര അനുഷ്ഠാന കർമ്മങ്ങളിലൊക്കെ അതിൽ മാത്രമായിട്ട് യാഗം നടത്തുക, പൂജ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭൗതിക ആചരണങ്ങളിൽ മാത്രം അവരുടെ മനസ്സ് നിൽക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തെ അദ്വൈതത്തെ അവർ അറിയില്ല എന്ന് നന്ദീശ്വരൻ ശപിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ബ്രാഹ്മണന്മാർ ഭഗവാനോട് പറയുകയാണ് കേട്ടോ. അവരപ്പം അതിനെ മാറ്റുകയാണ്. അല്ല, ഞങ്ങൾക്ക് അദ്വൈതം എന്ന് വെച്ചാൽ എന്താ, ഭേദചിന്തയില്ല, അത് വേറെ ആൾ ഇത് വേറെ ആളെന്നില്ല, എല്ലാത്തിലും ഈശ്വരനെ കാണുക. നമ്മളിപ്പോൾ പറഞ്ഞത്
സർവചരാചരങ്ങളിലും സകലത്തിലും ഈശ്വരനെ കാണുന്നതിനാണ് അദ്വൈതം. അപ്പം ആ ഒരു ദ്വൈതമില്ലാത്ത അവസ്ഥ, ഏകമായ അവസ്ഥ എന്ന് പറയുന്നത്, ആ അവസ്ഥയിലേക്ക് മനസ്സെത്താനാണ് ബ്രാഹ്മണന്മാരുടെ പ്രാർത്ഥനയിനെ. അപ്പോൾ വരുന്ന 3 ശ്ലോകങ്ങളും ബ്രാഹ്മണ സ്തുതിയാണ് കാണുന്നത്. ബ്രാഹ്മണര് ഭഗവാനെ സ്തുതിക്കുന്നത്. ബ്രാഹ്മണ ഊചു ത്വം ക്രതുഹു ത്വം ഹവിഹി ത്വം ഹുദാശഃ സ്വയം ത്വം ഹി മന്ത്രഃ സമിത് ദർഭപാത്രാണി ച ത്വം സദസ്യ ഋത്വിജഃ ദമ്പതീ ദേവത അഗ്നിഹോത്രം സ്വധാ സോമ ആജ്യം പശുഹു. ബ്രാഹ്മണർ പറയാണ്, അപ്പോൾ അവർ മനസ്സിലാക്കി ആ സത്യം. ത്വം കൃതുഹു, ഭഗവാനെ ത്വം, അങ്ങാണ് കൃതു, യജ്ഞം. എവിടെ ഏതൊക്കെ സ്ഥലത്ത്, ഏത് വീട്ടിൽ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ, ഏത് സ്ഥലത്തും ഒരു യാഗം, ഒരു പൂജ, ഒരു യജ്ഞം നടക്കുന്നുണ്ടെങ്കിൽ ആ യജ്ഞമായിരിക്കുന്ന, ആ പൂജയായിരിക്കുന്ന, യാഗമായിരിക്കുന്നത് അങ്ങാണ്. ഇനി ത്വം ഹവിഹി, അങ്ങാണ് അതിൻ്റെ ഹവിസ്സായിരിക്കുന്നത്. ആ അതിനെ ഉപയോഗിക്കുന്ന യജ്ഞ ദ്രവ്യങ്ങളുണ്ടല്ലോ, ആ ദ്രവ്യങ്ങളും അതിൽ നിന്നും വരുന്ന ഹവിസ്സായിരിക്കുന്നത് അങ്ങാണ്. ഇനി ഹുദാശഃ സ്വയം, അങ്ങ് തന്നെയാണ് സ്വയം അതിനെ ഭുജിക്കുന്നതും ഭക്ഷിക്കുന്നതും അങ്ങ് തന്നെയാണ്. അപ്പം യജ്ഞമായിരിക്കുന്നതും അങ്ങ്, ആ യജ്ഞത്തിൽ ഹവിസ്സായിരിക്കുന്നതും അങ്ങ്, ആ ഹവിസിനെ സ്വീകരിക്കുന്ന ഭോക്താവും അങ്ങ്. ഇനി ത്വം ഹി മന്ത്ര, ആ യജ്ഞം. അപ്പം ബ്രാഹ്മണരുടെ കർമ്മം എന്താ? യജ്ഞം ചെയ്യുക, യാഗം ചെയ്യുക, പൂജ ചെയ്യുക എന്നുള്ളതാണല്ലോ. അതാണ് ആ കർമ്മം. അതാണ് അവർ പറയുന്നത്. ആ കർമ്മവും ആ കർമ്മത്തിന് ഉപയോഗിക്കുന്ന ഹവിസും അതിനെ സ്വീകരിക്കുന്ന സ്വീകർത്താവും അങ്ങാണ്. ത്വം ഹി മന്ത്ര, ആ യജ്ഞത്തിന് പറയുന്ന മന്ത്രവും അങ്ങ് തന്നെ. സമിത് ദർഭപാത്രാണി, യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ദർഭപ്പുല്ല്, പാത്രങ്ങൾ, ഇന്ധനങ്ങൾ, അതിൻ്റെ പൂജാദ്രവ്യങ്ങൾ എല്ലാതും അങ്ങ് തന്നെ. ഇത് മഞ്ഞൾ, അല്ലെങ്കിൽ ഇത് മറ്റേ നെയ്യ്, ഇത് വിറക്, അങ്ങനെ വേർതിരിവുകൾ വെവ്വേറെ പേരിൽ പറയുന്നേ ഉള്ളൂ. സകലത്തിലും അങ്ങയെ കാണുന്നു. ത്വം സദസ്യ, ആ യാഗത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന സഭാ അംഗങ്ങൾ, സദസ്യരായിരിക്കുന്നതെല്ലാം അങ്ങ് തന്നെയാണ്. ഇനി ഋത്വിജഃ, യാഗം ചെയ്യാൻ വന്ന പുരോഹിതന്മാർ അങ്ങാണ്. ദമ്പതി, എല്ലാ പുരോഹിതന്മാരുടെ അവരുടെ ദമ്പതി ഭാര്യമാരായിരിക്കുന്നതും അങ്ങാണ്. ദേവതഃ, സകല ദേവന്മാരായിരിക്കുന്നതും അങ്ങാണ്. അഗ്നിഹോത്രമായിരിക്കുന്നത് അങ്ങാണ്. സ്വധാ, പിതൃക്കൾക്ക് അർപ്പിക്കുന്ന സ്വധാമന്ത്രം അങ്ങാണ്. സോമരസവും ആ സോമലതയും അങ്ങാണ്. ആജ്യം, അതിനു വേണ്ടി അർപ്പിക്കുന്ന നെയ്യ് അങ്ങാണ്. പശു, ആ യജ്ഞത്തിൻ്റെ മൃഗബലിക്കായി കൊണ്ടുവന്നിരിക്കുന്ന മൃഗവും അങ്ങ് തന്നെ. അപ്പോൾ ബ്രാഹ്മണർ ചെയ്യുന്ന കർമ്മം യാഗമാണ്, യജ്ഞമാണ്. ആ യജ്ഞവും യജ്ഞത്തിലെ ഹവിസും അതിൻ്റെ ഭോക്താവും മന്ത്രവും യജ്ഞത്തിനായി ഉപയോഗിക്കുന്ന സകല സാമഗ്രികളും ആ സദസ്സിൽ കൂടിയിരിക്കുന്നവരും പുരോഹിതന്മാരും പത്നിമാരും ദേവന്മാരും അഗ്നിഹോത്രവും സ്വതാമന്ത്രവും സോമലതയും നെയ്യും ബലിമൃഗവും എല്ലാം അങ്ങ് തന്നെ. എല്ലാത്തിലും അപ്പോൾ ഭഗവാനെ കാണാനും ബ്രാഹ്മണർ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ. കാരണം അത് അങ്ങനെ സംഭവിക്കണമെന്ന് മനസ്സിലാക്കി. കാരണം അങ്ങയെ ഒഴിവാക്കിയിട്ട് അങ്ങില്ലാതെ ഒരു യജ്ഞം നടക്കാൻ പാടില്ല. കാരണം ഈ യജ്ഞഭൂമിയിൽ ഇരിക്കുന്ന സകലതും ഇവിടെ പങ്കെടുത്തവരും എല്ലാം അങ്ങ് തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കിയത് മഹാവിഷ്ണുവിനോട് പറഞ്ഞു സ്തുതിക്കുകയാണ്. ഇനി അതിൻ്റെ തന്നെ ബാക്കി. ത്വം പുരാ ഗാം രസായ മഹാസൂകരഃ ദംഷ്ട്രയാ പത്മിനീം വാരണേന്ദ്രോ യഥാ സ്തൂയമാനഃ നദൻ ലീലയാ യോഗിഭിഃ വ്യുജഹർത്ത ത്രയീഗാത്ര യജ്ഞകൃതുഃ. അതായത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാലേ, ത്വം ഭഗവാനെ അങ്ങ്, പുരാ പണ്ട്, ഗാം ഭൂമിയെ, രസാതലത്തിൽ നിന്നും, മഹാസൂകരഃ മഹാവരാഹമൂർത്തിയായി ഭഗവാനെ അങ്ങ് അവതരിച്ച് പണ്ട് ഭൂമിയെ രസാതലത്തിൽ നിന്നും, ദംഷ്ട്രയാ സ്വന്തം ദംഷ്ട്രയിൽ, നദൻ ഗർജിച്ചുകൊണ്ട് ഉറക്കലറിക്കൊണ്ട്, ലീലയ നിഷ്പ്രയാസം, വിജഹർത്ത ഉയർത്തിക്കൊണ്ടുവന്നില്ലേ. അതെന്തുപോലെയാണെന്നാ പറയുന്നത്? പത്മിനി, ഒരു താമരയെ, വാരണേന്ദ്രോ ഒരു വലിയ ഗജൻ, ആന, യഥാ എപ്രകാരമാണോ ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂ എടുത്ത് ഉയർത്തി വരുന്നത്, അതുപോലെ അങ്ങ് വരാഹമൂർത്തിയായി പണ്ട് അവതരിച്ച് ഭൂമിയെ രസാതലത്തിൽ നിന്നും തൻ്റെ ദംഷ്ട്ര കൊണ്ട് ഉയർത്തിപ്പിടിച്ച് ഉറക്കെ അലറി ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നത്
അത് കണ്ട് യോഗിമാരെല്ലാം സ്തൂയമാനഹ അങ്ങയെ സ്തുതിക്കുകയും ചെയ്തു. അങ്ങനെ ത്രയീഗാത്ര, ത്രയീ 3 വേദങ്ങളുടെ ഗാത്രം, ശരീരത്തോട് 3 വേദങ്ങളാകുന്ന ശരീരത്തോടു കൂടിയവനും യജ്ഞകൃതുഹു യജ്ഞത്തിൻ്റെ സംരക്ഷകനുമായിരിക്കുന്ന യജ്ഞസ്വരൂപനുമായിരിക്കുന്ന ഭഗവാനെ അങ്ങയെ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു എന്ന് ബ്രാഹ്മണരും പറയുന്നു. കഴിഞ്ഞിട്ടില്ല, ഒരു ശ്ലോകം കൂടി ഉണ്ട് അവരുടെ സ്തുതി. 47 സപ്രസീദത്വം അസ്മാകം അകാംക്ഷതാം ദർശനം തേ പരിഭ്രഷ്ട സത്കർമ്മണാം കീർത്യമാനേ നൃഭിഃ നാംനി യജ്ഞേശതേ യജ്ഞവിഘ്നഹാക്ഷയം യാന്തി തസ്മൈ നമഃ. സഹ പറയാണ്, അങ്ങനെയുള്ള ആ വരാഹമൂർത്തി ത്വം അങ്ങ് അസ്മാകം അതായത് അസ്മാകം എന്ന് വെച്ചാൽ ഞങ്ങളെ, അകാംക്ഷതം എന്ന് വെച്ചാൽ അതായത് പ്രതീക്ഷിച്ച് ഇങ്ങനെ വരുമെന്ന് കാത്തിരിക്കാന്ന് പറയില്ലേ, അതാണ് അകാംക്ഷതം. അങ്ങ് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന, ദർശനം തേ എന്ന് വെച്ചാൽ അങ്ങയുടെ ദർശനം കിട്ടാൻ പ്രതീക്ഷിച്ചിരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷിച്ചത്? പരിഭ്രഷ്ട സത്കർമ്മണാം, ഇവിടെ നടക്കാൻ പോകുന്ന സത്കർമ്മമാകുന്ന യജ്ഞം തടസ്സപ്പെട്ടപ്പോൾ, അത് നശിക്കപ്പെട്ടപ്പോൾ അങ്ങ് വന്ന് ഞങ്ങളെ രക്ഷിച്ചിരുന്നെങ്കിൽ, ഈ യജ്ഞത്തിൻ്റെ സ്വരൂപൻ അങ്ങാണല്ലോ, യജ്ഞസ്വരൂപനായ അങ്ങ് വന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് അങ്ങയെ ഒന്ന് കാണാൻ കാത്തു പ്രതീക്ഷിച്ചിരുന്ന അസ്മാകം ഞങ്ങളെ, സഹ ആ ത്വം അങ്ങനെയുള്ള വരാഹമൂർത്തിയായ അങ്ങ്, പ്രസീത ഞങ്ങളിൽ അങ്ങ് പ്രസാദിച്ചാലും. കീർത്യമാനെ അങ്ങയെ കീർത്തിക്കുന്ന നൃഭിഹി മനുഷ്യർ, നാംനി നാമം, യജ്ഞേശ അല്ലയോ യജ്ഞ മൂർത്തെ, യജ്ഞേശ അല്ലയോ യജ്ഞത്തിൻ്റെ ഈശ്വരനായ ഭഗവാനെ, ഏതൊരു നൃഭി മനുഷ്യരാണോ നാംനി അങ്ങയുടെ, തേ നാംനി അങ്ങയുടെ നാമത്തെ ഇങ്ങനെ കീർത്തിക്കുന്നത് സ്തുതിക്കുന്നത്, അവന് യജ്ഞവിഘ്നഹാക്ഷയം യജ്ഞത്തിന് വരുന്ന സകല വിഘ്നങ്ങളും തടസ്സങ്ങളും ക്ഷയം എന്ന് വെച്ചാൽ മാറിക്കിട്ടും. അങ്ങനെയുള്ള യാന്തി തസ്മൈ നമഃ, അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്നാണ് ബ്രാഹ്മണർ പറയുന്നത്. അപ്പോൾ അവരറിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ആ യജ്ഞവും യജ്ഞശാലയിലുള്ള സർവ്വതും അങ്ങ് തന്നെ, അവിടെ പങ്കെടുക്കുന്നവരും അതിന് വേണ്ട പൂജാദ്രവ്യങ്ങളും ഹവിസും ഭോക്താവും യജ്ഞം ചെയ്യുന്ന പുരോഹിതന്മാരും എല്ലാം അങ്ങ് തന്നെ എന്ന് പറഞ്ഞു. പണ്ട് അങ്ങ് വരാഹമൂർത്തിയായി അവതരിച്ച് ഭൂമിയെ രസാതലത്തിൽ നിന്നും വന്നപ്പോൾ അത് കണ്ട് യോഗീശ്വരന്മാരെല്ലാവരും അങ്ങയെ സ്തുതിച്ചതും, അങ്ങനെ യജ്ഞത്തെ സംരക്ഷിച്ചവനും യജ്ഞത്തിൻ്റെ വേദമന്ത്രങ്ങളുടെ സ്വരൂപത്തോടു കൂടിയവനുമായ ഭഗവാനെ, അങ്ങനെ വരാഹമൂർത്തിയായി ഇരിക്കുന്ന ഭഗവാനെ, മഹാവിഷ്ണുവിനെ വിളിക്കുകയാണ് ഭഗവാനെ, ഒരു യജ്ഞം ഇവിടെ തടസ്സപ്പെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ ഒരു ദർശനത്തിന് വേണ്ടി അങ്ങൊന്ന് വന്നെങ്കിൽ എന്ന് കാത്തിരിക്കുന്ന ഞങ്ങളുടെ മുന്നിലെത്തി അങ്ങ് ഞങ്ങളിൽ പ്രസാദിച്ചാലും, ഏതൊരു മനുഷ്യനാണോ അങ്ങയുടെ നാമം ഉച്ചരിച്ച് അങ്ങയെ നിത്യവും സ്തുതിക്കുന്നത്, അവൻ ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും വരാനിരിക്കുന്ന വിഘ്നങ്ങൾ അതോടുകൂടി മാറിപ്പോവുകയും ചെയ്യും. അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്നും. ഇവിടെ ഏതൊരു മനുഷ്യനാണോ അങ്ങയുടെ നാമങ്ങൾ ചൊല്ലി നിത്യവും സ്തുതിക്കുന്നത്, അതോടെ അവൻ്റെ ആ യജ്ഞത്തിൻ്റെ അവൻ്റെ കർമ്മത്തിൻ്റെ സകല, യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പൂജ എന്ന് മാത്രം കരുതരുത് കേട്ടോ. നമ്മൾ ചെയ്യുന്ന കർമ്മം യജ്ഞഭാവത്തിൽ ചെയ്യാമെന്ന് കൂടി ഭഗവത്ഗീത നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് യജ്ഞഭാവം എന്ന് വെച്ചാൽ അങ്ങോട്ട് അർപ്പിക്കുകയാണ്, അതിൻ്റെ തിരിച്ച് നിഷ്കാമമായി ചെയ്യുക, തിരിച്ചതിൽ നിന്നും ഒന്നും എല്ലാം പൂർണ്ണമായി അതിലേക്ക് സമർപ്പിക്കുക എന്നതാണ് യജ്ഞഭാവം കൊണ്ട്. അങ്ങനെ വേണം കർമ്മം ചെയ്യാനാണ് ഭഗവത്ഗീത പറഞ്ഞു തന്നത്, നിഷ്കാമമായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കർമ്മം ഭഗവത് സ്മരണയോടുകൂടി ചെയ്താൽ അതിൻ്റെ തടസ്സം മാറി കിട്ടുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായ? ഭഗവാന്റെ നാമം ആര് കീർത്തിക്കുന്നുവോ അവന് യജ്ഞത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ രാമ രാമ നാരായണ നാരായണ ഇങ്ങനെ ജപിച്ചിരുന്നിട്ട് തടസ്സം മാറുന്നില്ലല്ലോ എന്ന് പറയാനല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ ചെയ്യുന്ന ഏതൊരു കർമ്മവും ഇത് ഞാനല്ല, ഈ കർമ്മം ചെയ്യാനുള്ള ഈ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ബുദ്ധിക്കുള്ള ശക്തി നൽകുന്നത് ആ ഭഗവാനാണ്, അതിന് ശക്തി നൽകുന്നത് എന്ന സ്മരണാർത്ഥം ആ കർമ്മത്തെ നിത്യവും അനുഷ്ഠിക്കുമ്പോൾ ആ കർമ്മം നമ്മൾ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ആ കർമ്മത്തിനായി കൊണ്ടുവരുന്ന തടസ്സങ്ങളെല്ലാം ആ പ്രകൃതി തന്നെ തട്ടി നീക്കി തരും എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. ഇനി ശ്ലോകം 48 അത്രയും പറഞ്ഞു. അപ്പം നമുക്കറിയാം മൈത്രേയ മഹർഷിയാണ് വിതുരർക്ക്
ആത്മജ്ഞാനം പകർന്നു തരാനുള്ള ഉപദേശവും ചോദിച്ച് ചെന്നപ്പോൾ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നതല്ലേ. അപ്പം അതാണിപ്പോൾ അതിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണ് 48ാമത്തെ ശ്ലോകത്തിൽ. മൈത്രേയ ഉവാച ഇതി ദക്ഷഃ കവിഃ യജ്ഞം ഭദ്രാ രുദ്രാ അവമർശിതം കീർത്യമാനേ ഹൃഷികേശേ സംനിന്നേ യജ്ഞഭാവേന. ഇപ്രകാരം ഇതി ദക്ഷഃ കവിഃ ആ ദക്ഷൻ, ആ പ്രജാപതിയായ ദക്ഷൻ ഭദ്ര എന്ന് വിളിക്കുന്ന ഇവിടെ മൈത്രേയ മഹർഷി വിതുരരെ, അല്ലയോ വിതുരരെ, ദക്ഷൻ അങ്ങനെ രുദ്ര അവമർശിതം മഹാദേവനാൽ തടസ്സപ്പെട്ടു പോയ ആ യജ്ഞത്തെ കീർത്യമാനെ സ്തുതിക്കപ്പെട്ടു നിൽക്കുന്ന ഹൃഷികേശ മഹാവിഷ്ണുവിനെ, അപ്പോൾ യജ്ഞഭാവേന, യജ്ഞത്തിൻ്റെ യജ്ഞഭാവേന എന്ന് വെച്ചാൽ ഭാവന എന്ന് വെച്ചാൽ യജ്ഞഭാവന എന്നാൽ യജ്ഞത്തിൻ്റെ സംരക്ഷകനായ മഹാവിഷ്ണു ഇങ്ങനെ ചുറ്റും നിൽക്കുന്ന എല്ലാ ദേവരന്മാരുടെയും സ്തുതികൾ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ആ സമയത്ത് ദക്ഷൻ എന്ത് ചെയ്തു? മഹാദേവനാൽ തടസ്സപ്പെട്ടു പോയ ആ യജ്ഞത്തെ സംനിന്നെ പുനരാരംഭിക്കാനുള്ള, അത് ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ ദക്ഷൻ അവിടെ ആരംഭിച്ചു എന്ന് മൈത്രേയ മഹർഷി വിതുരരോട് പറയുകയാണ്. അങ്ങനെ രണ്ടാമതും ദക്ഷൻ നടത്താനിരുന്ന ആ മഹായജ്ഞം ആരംഭിച്ചു. ഭഗവാൻ സ്വേന ഭാഗേന സർവാത്മാ സർവഭാഗബുക്ക് ദക്ഷം ബഭാഷ ആഭാഷ്യ പ്രീയമാണ ഇവ അനഘ. അപ്പം മൈത്രേയ മഹർഷി വിളിക്കുകയാണ് അനഘ, അല്ലയോ വിതുരരെ. അനഘ എന്നാൽ പാപവിമുക്തനായവനെ എന്നാണ് അനഘ എന്ന നാമത്തിൻ്റെ അർത്ഥം. അങ്ങനെ വിളിക്കാൻ എന്താ കാരണം? ഭാഗവതം കേൾക്കാൻ സാധിക്കുന്നത് പാപവിമുക്തരായവർക്കാണ്, മനസ്സിലായ? അവർക്കാണ് അതിനുള്ള ഒരു തോന്നൽ വരിക, ആ ഒരു യോഗം കിട്ടുക, ഭാഗവതം മുഴുവൻ ശ്രവിക്കാൻ സാധിക്കുക, യഥാർത്ഥ അർത്ഥം അതിൻ്റെ തത്വം അറിഞ്ഞ് ശ്രവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അനഘരായവർക്ക്, പാപമുക്തരായവർക്കാണ് അതിനുള്ള അവസരം, യോഗ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ മൈത്രേയ മഹർഷി വിതുരരെ വിളിച്ചത് അല്ലയോ അനഘ. ഭഗവാൻ മഹാവിഷ്ണു സ്വേന ഭാഗേന, ആ യജ്ഞത്തിൽ മഹാവിഷ്ണുവിന് കിട്ടേണ്ട സ്വന്തം ഭാഗത്തെ സർവാത്മാ സർവസ്വരൂപനായിട്ടുള്ള സർവഭാഗബുക്ക്, യഥാർത്ഥത്തിൽ ആ യജ്ഞത്തിൻ്റെ സർവഭാഗം, എല്ലാ ഭാഗങ്ങളുടെയും ഭോക്താവ് മഹാവിഷ്ണുവാണ്. അതായത് ഭഗവാനാണ് യജ്ഞമായിരിക്കുന്നത്. ആ യജ്ഞത്തിൽ അർപ്പിക്കുന്ന എല്ലാ ഓഹരിയും യഥാർത്ഥത്തിൽ ഭക്ഷിക്കുന്ന ഭോക്താവ് മഹാവിഷ്ണുവാണ്. പക്ഷേ അത് തത്വം. എന്നാൽ ശരീരരൂപത്തിൽ ഇരിക്കുമ്പോൾ ഓരോരോ ദേവന്മാർക്ക്, മഹാദേവനെ, മഹാവിഷ്ണുവിനെ, മറ്റു ദേവന്മാർക്കൊക്കെ ഭാഗമായി ഓഹരികൾ അർപ്പിക്കും. പക്ഷേ യഥാർത്ഥ തത്വം പറയുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും എല്ലാ ഓഹരിയും സ്വീകരിക്കുന്നത് ആ പ്രകൃതിയാണ്. അതാണ് ഇവിടെ പറയുന്ന സർവഭാഗബുക്ക്. എല്ലാ ഭാഗത്തെയും സ്വീകരിക്കുന്ന ഭോക്താവായിരിക്കുന്ന അങ്ങ് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ സ്വന്തം സ്വേന ഭാഗേന, സ്വന്തം ഭാഗത്തെ സ്വീകരിച്ച് പ്രിയമാണ്, സന്തോഷവാനായി ഇവ എന്ന പോലെ ആഭാഷ്യ അഭിസംബോധന ചെയ്തു ദക്ഷനെ, എന്നിട്ട് ബഭാഷ ഇപ്രകാരം പറഞ്ഞു എന്ന്. അപ്പോൾ മഹാവിഷ്ണു യഥാർത്ഥത്തിൽ മുഴുവൻ സ്വീകരിക്കുന്ന പ്രകൃതിയാണ്. എന്നാൽ മഹാവിഷ്ണു ശരീരത്തിൽ ഇരിക്കുമ്പോൾ തൻ്റെ ഭാഗം എന്താണോ അതിനെ സ്വീകരിച്ചിട്ട് സന്തോഷവാനായി എന്ന് തന്നെ പ്രകടിപ്പിച്ച ആ സന്തോഷത്തെ പ്രകടിപ്പിച്ചിട്ട് ദക്ഷനെ അഭിസംബോധന ചെയ്തിട്ട് ദക്ഷനോട് ഇപ്രകാരം ദക്ഷ പ്രജാപതിയോട് പറയുകയാണ് കേട്ടോ. അപ്പം ദക്ഷ പ്രജാപതിയുടെ പ്രശ്നം എന്തായിരുന്നു? ബ്രഹ്മാവിനെ ആദരിക്കും, മഹാവിഷ്ണുവിനെ ആദരിക്കും. മഹാദേവനോടായിരുന്നു ദക്ഷന് ഗർവുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ദക്ഷൻ ത്രിമൂർത്തികളെ 3 പേരെയും ഒന്നായി കണ്ടിട്ടില്ല. ബ്രഹ്മാവ്, മഹാവിഷ്ണു അവരെ ഇഷ്ടമുണ്ട്, മഹാദേവനെ ഇഷ്ടമില്ല. നമ്മുടെ നാട്ടിലില്ലേ കുറേ പേര് വിഷ്ണു ഭക്തർ, കുറേ പേര് ശൈവര്, ശിവഭക്തര്. വിഷ്ണു ഭക്തർക്ക് ശിവഭക്തരെ ഇഷ്ടമല്ല, അവരുടെ വിശ്വാസത്തെ ഇവർ എതിർക്കും. അവരെന്ത് പറഞ്ഞാലും വിഷ്ണുവാണ് ലോകം മുഴുവനും, ശിവഭക്തരാണെങ്കിൽ ശിവനാണ് ലോകം മുഴുവനും. അതായത് ത്രിമൂർത്തികളെ വരെ വേറിട്ട് കാണുന്ന ഒരു ലോകമാണ് ഇത്. അപ്പൊ ഇതിന്റെ പ്രതിനിധിയായിരുന്നു അന്ന് ദക്ഷൻ. അപ്പൊ ദക്ഷൻ ത്രിമൂർത്തികളെ ഒന്നായി കണ്ടിട്ടില്ല. ബ്രഹ്മാവിനെയും വിഷ്ണുവിനും ഇഷ്ടം, ബ്രഹ്മാവ് പിന്നെ പിതാവായതുകൊണ്ട് ഇഷ്ടം, മഹാവിഷ്ണുവിനെ ഇഷ്ടം, മഹാദേവനെ ഇഷ്ടമല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ത്രിമൂർത്തികളെ ഒന്നായി കണ്ടിട്ടില്ല. അങ്ങനെ ദ്വൈതഭാവത്തിൽ ചരിക്കുന്നവർക്ക്
മഹാവിഷ്ണു നൽകുന്ന ഉപദേശമാണ് ഇവിടെ. ദക്ഷനെ ഉപദേശിക്കാൻ പോവുകയാണ് ഭഗവാൻ. അതാണ് ദക്ഷനോട് പറഞ്ഞു അഭിസംബോധന ചെയ്തിട്ട്. ദക്ഷൻ്റെ ഉള്ളിൽ മഹാദേവനോട് ഒരു വിരോധമുണ്ടായിരുന്നു, എന്നാൽ വിഷ്ണുവിനോട് ഇഷ്ടമാണ്. അപ്പോൾ ഈ ത്രിമൂർത്തികൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് ദക്ഷന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഈ ലോകത്തിനും കൂടിയുള്ള ഒരു ഉപദേശമാണ് ഭഗവാന്റെ. കാരണം ശിവഭക്തര്, വൈഷ്ണവ ഭക്തര് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേർതിരിക്കപ്പെട്ട് ഭക്തിയെ കൊണ്ട് നടക്കുന്ന ഈ ലോകത്തിനും കൂടിയുള്ള ഭഗവാന്റെ ഒരു ഉപദേശമാണ് ഇനി വരുന്നത്. ശ്ലോകം 50. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ പറയാണ്, അഹം ബ്രഹ്മ ച സർവഃ ച ജഗതഃ കാരണം പരം ആത്മേശ്വര ഉപദ്രഷ്ട സ്വയം ദൃക് അവിശേഷണഃ. ഭഗവാൻ പറയാണ്, ജഗതഃ ഈ പ്രപഞ്ചത്തിന് കാരണം പരം പരമകാരണമായിരിക്കുന്നവനും ആത്മേശ്വരഃ എല്ലാ ആത്മാവിൻ്റെയും ആത്മാവായ പരമാത്മാവായിരിക്കുന്നവനും ഉപദ്രഷ്ട എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്നവനും സ്വയം ദൃക് സ്വയം പ്രകാശിക്കുന്നവനും അവിശേഷണഃ ഒരു മാറ്റവുമില്ലാതെ ഒരു വിശേഷണമായി പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റാത്ത വ്യത്യാസങ്ങളില്ലാതെ ഒരു മാറ്റവുമില്ലാതെ ശാശ്വതമായിരിക്കുന്ന അഹം ഞാൻ തന്നെയാണ് ബ്രഹ്മാവായിരിക്കുന്നതും സർവഃ ശിവനായിരിക്കുന്നതും. അപ്പം അവർ തന്നെ പറയുന്നത് കേട്ടോ, ഈ ജഗത്തിൻ്റെ ഒക്കെ പരമകാരണമായിരിക്കുന്ന പ്രകൃതി അല്ലേ, പ്രകൃതിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം. ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിരിക്കുന്നവനും എല്ലാ ആത്മാവിൻ്റെയും ഈശ്വരനായ എന്ന് വെച്ചാൽ പരമാത്മാവായിരിക്കുന്നവനും സർവ്വതും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിഭാവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയായിരിക്കുന്നവനും സ്വയം പ്രകാശിക്കുന്നവനും വിശേഷണത്തിനും അപ്പുറത്തുള്ള യാതൊരു മാറ്റവുമില്ലാത്ത ശാശ്വതമായിരിക്കുന്നവനുമായ ഞാൻ തന്നെയാണ് ബ്രഹ്മാവായിരിക്കുന്നതും വിഷ്ണുവായിരിക്കുന്നതും മഹാദേവനായിരിക്കുന്നതും. ഒരേ ഒരു ശക്തി തന്നെ, ഒരു മാറ്റവുമില്ല. ശ്ലോകം 51. ആത്മമായാം സമാവിശ്യ സഹ അഹം ഗുണമയീം ദ്വിജ സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദദ്രേ സംജ്ഞാം ക്രിയ ഉചിതാം. ആത്മമായാം എൻ്റെ മായാശക്തിയെ സമാവിശ്യ സ്വീകരിച്ചിട്ട് സഹ അഹം അങ്ങനെയുള്ള ഞാൻ, അതായത് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ബാക്കി സഹ അഹം അങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒക്കെ ആയിരിക്കുന്ന ഈ ഞാൻ ഗുണമയി എൻ്റെ ആ മായയുടെ 3 ഗുണങ്ങളുണ്ടല്ലോ, ഗുണം സത്വരജ തമോ ഗുണങ്ങളുടെ തോതിൽ വ്യതിചലനം വരുത്തിക്കൊണ്ട് എൻ്റെ ആ മായാശക്തിയെ സമാവിശ്യ സ്വീകരിച്ചിട്ട്, ദ്വിജ എന്ന് വിളിക്കുന്നത് ഇവിടെ മഹാവിഷ്ണു, ദ്വിജൻ എന്ന് വിളിക്കുന്നത് ദക്ഷനെയാണ് കേട്ടോ. അല്ലയോ ദക്ഷ, ഞാൻ അങ്ങനെയുള്ള എല്ലാ 3 ഒന്നായിരിക്കുന്ന ഞാൻ എൻ്റെ പ്രകൃതിയുടെ ആ മായയുടെ സത്വരജ തമോ ഗുണങ്ങളിൽ വ്യതിചലനം വരുത്തി എൻ്റെ ആ മായാശക്തിയെ സ്വീകരിച്ച് വിശ്വം ഈ പ്രപഞ്ചത്തെ സൃജൻ സൃഷ്ടിച്ചു, രക്ഷൻ പരിപാലിച്ചു, ഹരൻ സംഹരിക്കുന്നു. എന്നിട്ട് ക്രിയ ഉചിതമായ ഈ 3 കർമ്മങ്ങളും, അപ്പം ഉചിതമായ ഈ ക്രിയകളെ ഈ കർമ്മങ്ങളെ ചെയ്യാൻ സംജ്ഞാം എന്ന് വെച്ചാൽ ഒരു നാമം ഒരു രൂപം ദദ്രേ സ്വീകരിച്ചു. അത്രയേ ഉള്ളൂ. നമ്മളൊരു നാടകം കാണുമ്പോൾ ഓരോരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അല്ലേ, യഥാർത്ഥത്തിൽ അത് അവരാണോ, ആ കഥാപാത്രമാണോ? അല്ലോ, അവർ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി, അവർ ആ സ്റ്റേജിൽ കയറി വരുമ്പോൾ അരങ്ങിൽ വരുമ്പോൾ അവർ വേറൊരാളായിട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, അത് യാഥാർത്ഥ്യമല്ല. എന്നതുപോലെ ഞാൻ എന്ന ആ പ്രകൃതി ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ എല്ലാതും കണ്ടുകൊണ്ടിരിക്കുന്ന ശക്തിയായ ഈ ഞാൻ തന്നെയാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനായിരിക്കുന്നതും. അങ്ങനെയുള്ള ഞാൻ എൻ്റെ മായയുടെ സത്വരജ തമോ ഗുണങ്ങളിൽ വ്യതിചലനം വരുത്തി ആ മായാശക്തിയെ സ്വീകരിച്ച് ഈ വ്യതിചലനം വരുത്തിക്കൊണ്ട് മഹത്വത്വം മുതലുള്ള ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ എല്ലാത്തിനെയും സൃഷ്ടിച്ചു, പരിപാലിച്ചു, സംഹരിച്ചു. ഈ 3 കർമ്മങ്ങളെയും ഉചിതമായി ചെയ്യാൻ വേണ്ടി, അതാണ് ക്രിയാ ഉചിത, കർമ്മങ്ങൾക്ക് ഉചിതമായ രീതിയിലുള്ള പേരും രൂപവും സ്വീകരിച്ചു, ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരേ ഒരാൾ സൃഷ്ടിയും ചെയ്യുന്നു, നിലനിർത്തുകയും ചെയ്യുന്നു, സംഹരിക്കുകയും ചെയ്യുന്നു. നമ്മൾ തന്നെ പല പല വേഷങ്ങൾ അണിയുന്നില്ലേ? ഇപ്പം നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും മകനോ മകളോ ആയിട്ട് നമ്മൾ ജനിച്ചു അല്ലേ? നമ്മളെന്നും അങ്ങനെ മകനും മകളും മാത്രമായിട്ടാണോ ഇരിക്കുന്നത്? അല്ല, നമുക്ക് അച്ഛനോടും അമ്മയുടെയും മുന്നിൽ നമ്മൾ മകനോ മകളോ ആണ്. അപ്പം നമുക്ക് അച്ഛനോടും അമ്മയോടും ഉള്ളത് എന്താ? മാതാപിതാക്കളോടുള്ള സ്നേഹം,
റെസ്പെക്റ്റ് അതൊക്കെയാണുള്ളത്. എന്നാൽ നമുക്ക് താഴെ അനിയന്മാരും അനിയത്തിമാരും ഉണ്ടായാലോ നമുക്ക് വേറൊരു സ്ഥാനം കൂടി കിട്ടി. എന്താണ്? ഞാനൊരു സഹോദരനാണ്, ഒരു ജ്യേഷ്ഠനാണ്, അല്ലെങ്കിൽ ഒരു ചേച്ചിയാണ്, ചേട്ടനാണ് അല്ലെങ്കിൽ ഒരു ചേച്ചിയാണ്. അപ്പോൾ എനിക്ക് താഴെയുള്ള അല്ലെങ്കിൽ എനിക്ക് മൂത്തവരായ എൻ്റെ സഹോദരങ്ങളോട് എനിക്കൊരു സ്നേഹവും വന്നു, അവരോടുള്ള ഒരു ഉത്തരവാദിത്വവും നമുക്ക് വന്നു, റെസ്പോൺസിബിലിറ്റി അവിടെ വന്നു. അവിടെ അവരോട് അച്ഛനോടും അമ്മോടുള്ള സ്നേഹമല്ല സഹോദരങ്ങളോട് തോന്നുക, എന്നാൽ സഹോദരങ്ങളോടുള്ള സ്നേഹമല്ല അച്ഛനമ്മമാരോട് തോന്നുക. ഇന്ന് ഈ രണ്ട് സ്നേഹവും ഇവരോട് രണ്ടുപേരോടും വേണ്ട ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്നതും ഒരേ ആളല്ലേ? നമ്മൾ വ്യത്യസ്തരാണോ? അച്ഛൻ്റെ അമ്മയുടെയും മകളായിരിക്കുന്ന ആളും സഹോദരങ്ങളുടെ അനിയന്മാരുടെയും അനിയത്തിമാരുടെയൊക്കെ ചേച്ചിയായിരിക്കുന്ന ഞാനും വ്യത്യസ്തരാണ്? അല്ല, ഒരേ ആള് രണ്ട് റോൾ എടുക്കുന്നു. ചേട്ടൻ എന്ന റോളും അല്ലെങ്കിൽ ചേച്ചി എന്ന റോളും മകനോ മകളോ എന്ന റോളും എടുക്കുന്നു. ഇനി വിവാഹം കഴിയുമ്പോഴോ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ന റോൾ എടുക്കുന്നു. അവിടെ ഭർത്താവിനോട് തോന്നുന്ന സ്നേഹം അല്ലെങ്കിൽ ഭാര്യയോട് തോന്നുന്ന സ്നേഹം വേറെ, അച്ഛനോടും അമ്മോടും സഹോദരങ്ങളോടും തോന്നുന്ന സ്നേഹം വേറെ, ഇന്ന് അവരോടുള്ള റെസ്പോൺസിബിലിറ്റിയും വേറെ. ഇനി മക്കളുണ്ടായാൽ അച്ഛനും അമ്മയും എന്ന സ്ഥാനം വരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ മക്കളുണ്ടായാൽ പേരക്കുട്ടികൾ അപ്പൂപ്പനും അമ്മൂമ്മയും എന്ന സ്ഥാനം വരുന്നു. എത്ര റോളുകൾ എടുക്കണം? അവിടെയൊക്കെ നമുക്ക് സ്നേഹമുണ്ട്, നമുക്ക് അവരോടൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നാൽ നമ്മൾ മാറുന്നുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഒരേ പ്രകൃതി ഈ കർമ്മങ്ങളെ, സൃഷ്ടിയെയും സ്ഥിതിയെയും സംഹാരത്തെയും കർമ്മങ്ങളെ ഉചിതമായി ചെയ്യാൻ ഓരോരോ പേരെടുത്തു, ഓരോരോ രൂപവും ധരിച്ചു എന്ന് വന്ന് മാത്രമേ ഉള്ളൂ എന്ന് മഹാവിഷ്ണു പറഞ്ഞു കൊടുക്കുക. അപ്പം അതുകൊണ്ട് ബ്രഹ്മാവിനെ ഇഷ്ടം, ശിവനെ ഇഷ്ടമില്ല, ദേവിയെ ഇഷ്ടം, കൃഷ്ണനെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നതിൽ ഭക്തി വരുന്നില്ല എന്നൊക്കെ പറയുന്നതെല്ലാം ദ്വൈതങ്ങളാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ ഭഗവാൻ. 52 തസ്മിൻ ബ്രഹ്മണി അദ്വിതീയേ കേവലേ പരമാത്മനി ബ്രഹ്മരുദ്രൗച ഭൂതാനി ഭേദേന അജ്ഞാ അനുപശ്യതി. തസ്മിൻ അങ്ങനെയുള്ള ബ്രഹ്മണി പരബ്രഹ്മമായിരിക്കുന്ന അദ്വിതീയേ അദ്വൈതമായ ഏകമായിരിക്കുന്ന കേവലേ ഒന്നായിരിക്കുന്ന പരമാത്മനി പരമാത്മാവായിരിക്കുന്ന ബ്രഹ്മരുദ്രൗച ഭൂതാനി ബ്രഹ്മാവും മഹാദേവനും ഞാനും സർവചരാചരങ്ങളുമായിരിക്കുന്ന എന്നെ ഭേദേന ഭേദചിന്തയോടെ കാണുന്നത്, വേറിട്ട് കാണുന്നത് അജ്ഞാ അനുപശ്യതി അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് മനസ്സിലായോ? അങ്ങനെ പരബ്രഹ്മമായിരിക്കുന്നതും ഒന്നായിരിക്കുന്നതും കേവലം ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്നതുമായ ഞാൻ തന്നെയാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹാദേവനായിരിക്കുന്നതും. അത് 3 പേരും മാത്രമല്ല, സർവഭൂതാനീന്ന് സർവചരാചരമായിരിക്കുന്നതും അതേ ഞാൻ തന്നെയാണ്. അങ്ങനെയുള്ള എന്നെ വെവ്വേറെ നാമത്തിലും വെവ്വേറെ രൂപത്തിലും കാണുമ്പോൾ ഇതൊക്കെ വെവ്വേറെയാണ് എന്ന് ചിന്തിക്കുന്നത് അറിവില്ലായ്മ. യഥാർത്ഥ ഈശ്വര തത്വം അറിയാത്ത അറിവില്ലാത്തവരാണ് ഈ വെവ്വേറെ കാണുന്ന ഭേദചിന്തയോടുകൂടി കാണുന്നതും പറയുന്നതും ചെയ്യുന്നതും. ഈശ്വര ഭജന, നിത്യക്ഷേത്ര ദർശനം, നാമജപം ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഈശ്വരനെ അറിഞ്ഞു എന്നില്ല. യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ ദേവീദേവ ഭാവത്തെ അറിയാം. സഗുണ ആരാധന ചെയ്താലും അതിനൊരു പരിധിയുണ്ട്. നിർഗുണമായ ഭഗവാനെ അറിയണമെങ്കിൽ ആ തലത്തിലേക്ക്, താത്വികമായ തലത്തിലേക്ക് ഭഗവാനെ, യഥാർത്ഥ തത്വത്തെ അറിയണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭേദചിന്ത ഉണ്ടാവില്ല. അത് അജ്ഞത കൊണ്ടാണ് ആ ഭേദചിന്ത വേറിട്ട് കാണുന്നത് എന്ന് പറയുന്നു. ശ്ലോകം 53 യഥാ പൂമാന്ന സ്വാംഗേഷു ശിരപാണി ആദിഷു ക്വചിത് പാരക്യ ബുദ്ധിം കുരുതേയേവം ഭൂതേഷു മത്പരഹ. ഇനി അതിനൊരു ഉദാഹരണം പറയാണ് കേട്ടാ. യഥാ എപ്രകാരമാണോ പുമാൻ ഒരു മനുഷ്യൻ സ്വാംഗേഷു തൻ്റെ ശരീരത്തിലെ ശിരസ്, പാണി കൈകൾ, ആദിഷു മുതലായവയെ ക്വചിത്ത് ഒരിക്കലെങ്കിലും പാരക്യ ബുദ്ധി വേർതിരിച്ചു കാണുക എന്നത് ന കുരുതേ സാധ്യമല്ല. ഒരു മനുഷ്യന് അവൻ്റെ ശരീരാവയവങ്ങളെ വേറിട്ട് കാണാൻ പറ്റുമോ? ഈ കൈ എൻ്റെ, ഈ കൈ എൻ്റേതല്ല,
അല്ല ഈ കണ്ണെൻ്റെ ഈ കണ്ണെൻ്റെ അല്ല, അങ്ങനെ നമ്മുടെ ഈ കാലെൻ്റെ ഈ കാലെൻ്റെ അല്ല, മുകളിലത്തെ പല്ല് എൻ്റെ താഴത്തെ പല്ല് എൻ്റെ അല്ല, ഇങ്ങനെ നമുക്ക് വേറിട്ട് കാണാൻ പറ്റുമോ? നമ്മുടെ ശരീരാവയവങ്ങളിലെ ശിരസ് തൊട്ട് പാദത്തിലെ വിരൽ വരെയുള്ളതെല്ലാം എൻ്റെ തന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, വേറൊരാളുടെ അല്ല. എല്ലാം എൻ്റെ തന്നെ. ഇതിലൊന്നിനെ വേറിട്ട് ഇതെൻ്റെ അല്ല എന്ന് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്തതുപോലെ ഏവം ഇപ്രകാരം ഭൂതേഷു മത്പര എല്ലാ സർവചരാചരങ്ങളും ഞാൻ തന്നെയായിട്ട് കാണുകയാണ് വേണ്ടത്. അതായത് ഞാൻ എന്ന ആ ഈശ്വരനെ സർവചരാചരങ്ങളിലും കാണുക, സർവചരാചരങ്ങളിലേക്ക് നോക്കുമ്പോഴും എന്നെ കാണുക. മത്പര ഭൂതേഷു എല്ലാത്തിലും. അപ്പോൾ രൂപത്തിലും നാമത്തിലും വരുന്ന വ്യത്യാസം നമ്മളെ ബാധിക്കില്ല. അത് നമ്മുടെ ഉള്ളിലേക്ക് കാണുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ രൂപനാമത്തിൽ വരുന്ന വ്യത്യാസങ്ങളെ നമ്മളെ ഒരിക്കലും ഉള്ളിൽ വന്ന് നമ്മളെ തട്ടില്ല, അത് നമ്മളെ സ്വാധീനിക്കില്ല. കാരണം എല്ലാത്തിൻ്റെ ഉള്ളിലും ഇരിക്കുന്ന ആ ഈശ്വരനെ കാണാൻ സാധിക്കുക. ഒരിക്കൽ പോലും ഒരാൾക്കും സ്വന്തം ശരീരാവയവങ്ങൾ എൻ്റേതല്ല, ഒന്നെൻ്റെ മറ്റേതെൻ്റെ അല്ല എന്ന് കാണാൻ പറ്റാത്തതുപോലെ സർവചരാചരങ്ങളിലും ഈശ്വരനെ കണ്ടാൽ വേറെ എന്നൊരു ചിന്ത ഒരിക്കലും ഉണ്ടാവില്ല. ആ ദ്വൈതഭാവം പൂർണ്ണമായും അകലും. ശ്ലോകം 54. ത്രയാണം ഏകഭാവാനാം യഹ ന പശ്യതി വൈഭിതാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സ ശാന്തിം അധിഗച്ഛതി. ത്രയാണാം ഇങ്ങനെ ത്രിമൂർത്തികളിൽ, ഏകഭാവാനാം ഏകസ്വരൂപം ഒരേ ഒരു ഭാവത്തെ കണ്ട്, ഏകമായ ഭാവത്തിൽ മൂന്ന് ത്രിമൂർത്തികളെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ കണ്ട്, യഹ അങ്ങനെ ഏതൊരുവനാണോ ന പശ്യതി വൈഭിതാം വേർതിരിവുകളെ കാണാതിരിക്കുന്നത്, വൈഭിതാം വേർതിരിവുകളെ ന പശ്യതി കാണുന്നില്ലയോ കാണാതിരിക്കുന്നില്ലയോ, സർവഭൂതാത്മനാം സർവചരാചരങ്ങളിലും ത്രിമൂർത്തികളും ഒന്ന് തന്നെയാണ്, അതിലൊരു വേർതിരിവ് ആര് കാണുന്നില്ലയോ, സഹ അവൻ ശാന്തിമധിഗച്ഛതി പൂർണ്ണമായ ശാന്തിയെ പ്രാപിക്കും. ബ്രഹ്മൻ എന്നുവെച്ചാൽ അല്ലയോ ദക്ഷ. മഹാവിഷ്ണുവാണ് വിളിക്കുന്നത് ഭഗവാൻ ശ്രീഹരി. അല്ലയോ ദക്ഷ, ത്രിമൂർത്തികളിലായാലും സർവഭൂതാനി സർവചരാചരങ്ങളിലായാലും എല്ലാം എല്ലാത്തിലും ഒരേ ഒരു ഏകസ്വരൂപനായ ഈശ്വരനെ ആര് കാണുന്നുവോ അവന് എന്നും ശാന്തി ഉണ്ടാവും. അത് കാണാൻ സാധിക്കാതെ വേർതിരിവോടുകൂടി കണ്ടാൽ, രൂപത്തിലും നാമത്തിലും വരുന്ന വേർതിരിവ് പോലെ കണ്ടാൽ അവൻ ഒരിക്കലും സ്വസ്ഥതയുണ്ടാവില്ല. ഒരേ ഭാവത്തിൽ കാണുമ്പോൾ എന്നും അവൻ പൂർണ്ണമായ ശാന്തിയെ പ്രാപിക്കും. ഈ ശാന്തി തന്നെയല്ലേ യോഗിമാരുടെ അവസ്ഥ. യോഗിമാരുടെയൊക്കെ ഋഷിമാരുടെയും യോഗിമാരുടെയും മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാം, പരമമായ ശാന്തി. നമുക്ക് എന്താ ഇല്ലാത്തത്? അതാണ് അല്ലേ. അവരനുഭവിക്കുന്നത് പരമമായ ശാന്തിയെയാണ്. ആ ശാന്തി അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം അവർ സർവ്വതിലും ഈശ്വരനെ കാണുന്നു. കഴിക്കുന്നതിലും കാണുന്നതിലും കേൾക്കുന്നതിലും രുചിക്കുന്നതിലും സ്പർശിക്കുന്നതിലും അനുഭവിക്കുന്നതിലും മനസ്സനുഭവിക്കുന്നതിലും കേൾക്കുന്ന സർവ്വശബ്ദത്തിലും എല്ലാത്തിലും, ജയിച്ചാലും തോറ്റാലും, ലാഭം കിട്ടിയാലും നഷ്ടം പറ്റിയാലും, തടസ്സം വന്നാലും വിജയിച്ചാലും, എല്ലാത്തിലും, ചൂടിലും തണുപ്പിലും സകലത്തിലും, ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാത്തപ്പോഴും എല്ലാത്തിലും അവർ ഈശ്വരനെ അനുഭവിച്ചറിയുന്നു. മനസ്സിലായ? ആ ഒരു മാനസികാവസ്ഥയിൽ എത്തുമ്പോഴാണ് പരമമായ ഒരു ശാന്തി കിട്ടുന്നത്. ആ ശാന്തി കിട്ടണമെങ്കിൽ അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, അപ്പോൾ എല്ലാത്തിലും ദ്വൈതം കാണുക. ഇപ്പോൾ അസുഖം വരിക, ആരോഗ്യം വരിക, അപ്പോൾ രണ്ടായില്ലേ, ജയിക്കുക തോൽക്കുക രണ്ടായില്ലേ. അപ്പോൾ ആരോഗ്യം വരുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ സന്തോഷം, അസുഖം വരുമ്പോൾ ദുഃഖം, ജയിക്കുമ്പോൾ സന്തോഷം, തോൽക്കുമ്പോൾ ദുഃഖം, ലാഭം കിട്ടിയ സന്തോഷം, നഷ്ടം വന്നാൽ ദുഃഖം. ഈ ഒരു ദ്വൈത ചിന്തയിൽ നിന്ന്, നീ വേറെ ഞാൻ വേറെ, ഈ ഒരു ദ്വൈത ചിന്തയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ എല്ലാത്തിലും ഈശ്വരാംശത്തെ കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. അപ്പോൾ മനസ്സ് വ്യത്യസ്തതയിൽ ആ ദ്വൈതഭാവത്തിൽ നിന്നും പതുക്കെ പുറത്തു കടക്കും. ദ്വൈതം പോകുന്നതോടുകൂടി പരമമായ ശാന്തിയിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ഇത്രയും പറഞ്ഞു കൊടുത്തു മഹാവിഷ്ണു. ആ ദ്വൈതഭാവമാണ് ദക്ഷൻ്റെ ഇത്യാദി ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണമായത് എന്ന് പറഞ്ഞു കൊടുത്തു. മൈത്രേയോ വാച. അതിനുശേഷം മൈത്രേയ മഹർഷി തുടരുന്നു വിതുരരോട്. ഏവം ഭഗവത അധിഷ്ഠഃ പ്രജാപതി പതി ഹരിം അർച്ചിത്വാ കൃതുന സ്വേന ദേവാൻ ഉഭയതഃ അയജത്. ഏവം ഇപ്രകാരം ഭഗവാനാൽ അധിഷ്ഠ, ഭഗവാൻ ശ്രീഹരിയാൽ ഉപദേശിപ്പിക്കപ്പെട്ട പ്രജാപതിപതി
പ്രജാപതിമാരുടെ പതിയായ ദക്ഷൻ ഹരിം അർച്ചിത്വ കൃതന്വാ സ്വേന, ഭഗവാൻ ശ്രീഹരിയെ സ്വേന സ്വന്തം കൃതുന ആ യജ്ഞത്താൽ, ആ യജ്ഞം ഭംഗിയായി പൂർത്തീകരിച്ചിട്ട് അർച്ചിത്വ മഹാവിഷ്ണുവിനെ ആരാധിച്ചു. മാത്രമല്ല ദേവാൻ എല്ലാ ദേവന്മാരെയും ഉഭയതഃ വേണ്ട വിധത്തിൽ അയജത്ത് അവർക്ക് അനുയോജ്യമായ രീതിയിൽ അതാ തരത്തിൽ തന്നെ അവരെയും ആരാധിച്ചു സ്തുതിച്ചു എന്ന്. അങ്ങനെ മനസ്സിലായ ദക്ഷൻ അവസാനം എല്ലാം മഹാവിഷ്ണുവിനാൽ ഉപദേശിക്കപ്പെട്ടപ്പോൾ ദക്ഷന് മനസ്സിലായി. അങ്ങനെ ആ യജ്ഞം ഭംഗിയായി പൂർത്തി ചെയ്ത് ആ യജ്ഞത്തിലൂടെ മഹാവിഷ്ണുവിനെയും മറ്റെല്ലാ ദേവന്മാരെയും വേണ്ട വിധത്തിൽ ആരാധിച്ചു. ശ്ലോകം 56. രുദ്രം ച സ്വേന ഭാഗേന ഹി ഉപാധാവത് സമാഹിതഃ കർമ്മണ ഉദവസാനേന സോമപാനിതരാനപി ഉദവസ്യ സഹ ഋത്വിഭിഃ സസ്നൗ അവഭൃതം തതഃ. അതിനുശേഷം മഹാദേവന്റെ അടുത്തേക്ക് ദക്ഷൻ രുദ്രം ച സ്വേന ഭാഗേന മഹാദേവന് അർഹതപ്പെട്ട ഓഹരിയെ ഹി ഉപധാവത് നൽകിയിട്ട് മഹാദേവനെയും ആരാധിച്ചു. സമാഹിത എന്താ വെച്ചാൽ മഹാദേവനോടുള്ള ഏകാഗ്രമായ ഭക്തിയോടുകൂടി ആ യജ്ഞത്തിൽ മഹാദേവന് അർഹതപ്പെട്ട ഭാഗത്തെ ഓഹരിയെ കൊടുത്തുകൊണ്ട് മഹാദേവനെയും ആരാധിച്ചു, മഹാവിഷ്ണുവിനെ ആരാധിച്ചു, എല്ലാ ദേവന്മാരെയും ആരാധിച്ചു. അതിനുശേഷം ആ യജ്ഞം പൂർത്തീകരിക്കാറായിട്ട കർമ്മണ ഉദവസാനേന മഹായജ്ഞം പൂർത്തീകരിക്കേണ്ട പൂർത്തീകരണ ക്രിയയുടെ ഭാഗമായിട്ട് സോമപാൻ ഇതരാനഭി സോമപാനം ചെയ്ത അവിടെ നിൽക്കുന്ന എല്ലാ ദേവന്മാരെയും വേണ്ട വിധത്തിൽ തൃപ്തിപ്പെടുത്തി ആരാധിച്ചിട്ട് ഉദവസ്യ എന്നാൽ യജ്ഞം പൂർത്തിയാക്കിയ ശേഷം സഹ എന്നാൽ കൂടെ ഋത്വിഗ്ബിഹി എന്ന് വെച്ചാൽ പുരോഹിതന്മാര്. അപ്പോൾ ആ യജ്ഞം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സോമപാനം ചെയ്ത എല്ലാ ദേവന്മാരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ആ മഹായജ്ഞം പൂർത്തിയാക്കിയ ശേഷം അവിടെ നിന്നിരുന്ന പുരോഹിതന്മാരോടുകൂടി സ്നാനം, അതായത് ഒരു യജ്ഞത്തിൻ്റെ അവസാനം, യജ്ഞം തുടങ്ങുന്നതിന് മുൻപ് വ്രതാനുഷ്ഠാനത്തോടുകൂടി നമ്മൾ യമനിയമാദികളൊക്കെ പാലിച്ചുകൊണ്ടല്ലേ ഒരു വ്രതം ചെയ്തിട്ടാണ് ഒരു യജ്ഞത്തിലേക്ക് കിടക്കുക. അതുപോലെ അത് പൂർത്തീകരിക്കുമ്പോഴും ആ വ്രതം മുറിക്കുക, അതിൻ്റെ ഭാഗമായി പുരോഹിതന്മാരോടൊപ്പം സ്നാനം ചെയ്ത് അവഭൃതം തതഹ അനന്തരം എന്ന് വെച്ചാൽ അതിനുശേഷം അവഭൃതം ആ സ്നാനവും കഴിഞ്ഞ് വന്ന് അങ്ങനെ യജ്ഞം ഭംഗിയായി ദക്ഷൻ പൂർത്തിയാക്കി. എല്ലാ ത്രിമൂർത്തികൾക്കും എല്ലാ ദേവന്മാർക്കും അവർക്ക് അർഹതപ്പെട്ട ഓഹരിയൊക്കെ കൊടുത്ത് ആ യജ്ഞത്തിൻ്റെ പൂർത്തീകരണ കർമ്മങ്ങളും ചെയ്ത് അവസാനം പുരോഹിതന്മാരോടൊപ്പം സ്നാനവും ചെയ്ത് ആ മഹായജ്ഞം ദക്ഷൻ ഭംഗിയായി പൂർത്തിയാക്കി. ശ്ലോകം 57. തസ്മാ അഭി അനുഭാവേന സ്വേന ഏവ അവാപ്തരാധസേ ധർമ്മ ഏവ മതീം ദത്വാ ത്രിദശഃ തേ ദിവം യയുഃ. തസ്മാ ആ ദക്ഷന് അനുഭാവേന എന്ന് വെച്ചാൽ ദക്ഷൻ്റെ ദക്ഷൻ ഭഗവാനെ ആരാധിച്ചപ്പോൾ എല്ലാ ദേവന്മാർക്കും ത്രിമൂർത്തികൾക്കൊക്കെ ദക്ഷനോട് വന്ന ആ ഒരു സ്നേഹകാരുണ്യത്താൽ സ്വേന ഏവ അവാപ്തരാധസേ ദക്ഷൻ തൻ്റെ സ്വന്തം ആ അവാപ്തരാധസേ എന്ന് വെച്ചാൽ പൂർണ്ണത, എന്തിനെയാണോ ഞാൻ അറിയേണ്ടത്, എന്താണോ ദക്ഷൻ്റെ മുക്തിക്ക് തടസ്സമായിട്ട് നിന്നിരുന്ന ആ ആത്മജ്ഞാനത്തിന് തടസ്സമായി നിന്നിരുന്ന ആ ദ്വൈതഭാവം അത് പോയി ആ പൂർണ്ണത നേടി. അതാണ് അവാപ്തരാധസേ. അങ്ങനെ ദക്ഷനെ സ്വയം താൻ ആരാണ് എന്ന ആ സത്യത്തെ അറിഞ്ഞ് ആ പൂർണ്ണത നേടിയപ്പോൾ ധർമ്മ ഏവ മതിം തത്വ ദക്ഷൻ ഇനി ഒരിക്കലും ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കട്ടെ എന്ന്, അങ്ങനെ വ്യതിചലിക്കാത്ത മതിയും ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് ദത്വ അനുഗ്രഹിച്ചിട്ട് ത്രിദശ അവിടെ നിന്ന് എല്ലാ ദേവന്മാരും അവരവരുടെ ദിവം ദേവലോകത്തിലേക്ക് പോയി, സ്വർഗീയ വാസസ്ഥലങ്ങളിലേക്ക് പോയി എന്ന്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ ദേവന്മാരെയും വേണ്ട വിധത്തിൽ തൃപ്തിപ്പെടുത്തിയപ്പോൾ എല്ലാവരും സംതൃപ്തരായി. അപ്പോൾ ആ സംതൃപ്തി കിട്ടിയപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം കിട്ടിയപ്പോൾ തന്നെ ദക്ഷനെ ഞാൻ ആരാണ്, എൻ്റെ മഹാത്മ്യം എന്താണെന്ന് ശരിക്കും മനസ്സിലായി. ദക്ഷൻ ആ പൂർണ്ണത നേടി. അതോടെ ഇനി ഒരിക്കലും ദക്ഷൻ ആ ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ഒരു ബുദ്ധി ഉണ്ടാവില്ല എന്ന് ദക്ഷനെ അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് എല്ലാ ദേവന്മാരും അങ്ങനെ അതാത് വാസസ്ഥാനങ്ങളിലേക്ക് പോയി എന്ന്.
ശ്ലോകം 58. ഏവം ദാക്ഷായണീ ഹിത്വാ സതി പൂർവകളേബരം ജജ്ഞേ ഹിമവധക്ഷേത്രേ മേനയാമിതി ശുശ്രൂമഹ. അപ്പോൾ മൈത്രേയ മഹർഷി വിദുരരോടാണ് പറയുന്നത് കേട്ടാ. എന്നിട്ട് മൈത്രേയ മഹർഷി പറയാണ്, ഇപ്രകാരം ദാക്ഷായണീ സതി, ദക്ഷപുത്രിയായ സതീദേവി ഹിത്വാ പൂർവകളേബരം, തൻ്റെ പൂർവ്വ ശരീരത്തെ ഉപേക്ഷിച്ചു പോയല്ലോ, അതിനുശേഷം ജജ്ഞേ, പുനർജനിച്ചു, ഹിമവാന്റെ ക്ഷേത്രേ, പത്നിയായ മേനായ, മേനയിൽ, ഇതി, ഇപ്രകാരം ശുശ്രൂമ, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ മൈത്രേയ മഹർഷി വിദുരരോട് പറയാണ്, അങ്ങനെ ആ യജ്ഞം ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടു. ദക്ഷന്റെ യജ്ഞവും ദക്ഷൻ പൂർണ്ണത താൻ ആര് എന്ന ദ്വൈതത്തിൽ നിന്നും മാറി അദ്വൈതത്തിലെത്തി പൂർണ്ണത നേടി, മഹാദേവനോടുള്ള വൈരാഗ്യമൊക്കെ മാറി അതങ്ങനെ ഭംഗിയായി. അവിടെ ദക്ഷന്റെ പുത്രി സതീദേവി ശരീരം ഉപേക്ഷിച്ചു പോയല്ലോ, ആ സതീദേവി പിന്നീട് ഹിമവാന്റെ പത്നിയായ മേനയിൽ മകളായിട്ട്, ഹിമവാന്റെ പുത്രിയായിട്ട് ജനിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് മൈത്രേയ മഹർഷി വിദുരരോട് പറയണം. അതിനുശേഷം 59. തം ഏവ ദയിതം ഭൂയ ആവൃങ്ക്തേ പതിം അംബിക അനന്യഭാവ ഏകഗതിം ശക്തിയും സുപ്തായിവ പുരുഷം. അതിനുശേഷം ഏവ, ആ മഹാദേവനെ തന്നെ, ദയിതം, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഭൂയ, വീണ്ടും, ആവൃങ്ക്തേ, സ്വീകരിച്ചു, പതിം, ഭർത്താവായിട്ട്, അംബിക, സതീദേവി. ആ സതീദേവി അതിനുശേഷം വീണ്ടും ആ മഹാദേവനെ തന്നെ തൻ്റെ ഭർത്താവായി സ്വീകരിച്ചു. അനന്യഭാവ ഏകഗതിയും, അനന്യഭാവത്തിലുള്ള ഭക്തിയുള്ള ഏതൊരുവൻ്റെയും ഏകഗതിയായിട്ടുള്ള ഒരേ ഒരു ആശ്രയസ്ഥാനമായ മഹാദേവനെ ആ സതീദേവി വീണ്ടും ഭർത്താവായി സ്വീകരിച്ചു. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാണ്, ശക്തിഹി സുപ്ത ഇവ പുരുഷം. ശക്തി, ആ പ്രകൃതി ഉറങ്ങിക്കിടക്കുന്ന പുരുഷനെ ഉണർത്തി എന്നതുപോലെ. മനസ്സിലായ? അപ്പോൾ പ്രകൃതി ആ പുരുഷനെ ഉണർത്തി. നമുക്കറിയാലോ, 1000 ചതുർയുഗങ്ങളുടെ അവസാനത്തിൽ പ്രളയത്തിൽ ആ പുരുഷൻ മുഴുവൻ, അതായത് ആ വിരാട് രൂപൻ്റെ ഉദരത്തിലേക്ക് ലയിച്ചു ചേർന്നതും ഭഗവാൻ പിന്നീട് 1000 ചതുർയുഗങ്ങളിൽ യോഗനിദ്രയിൽ അമരുമ്പോൾ പ്രകൃതിയോട് വിളിച്ചുണർത്തണമെന്ന് നാരായണീയത്തിൽ അത് വ്യക്തമായി പറയുന്നത് ഓർമ്മയുണ്ടോ? പ്രകൃതിയോട് എന്നെ വിളിച്ചുണർത്തണം സൃഷ്ടിയുടെ ആരംഭ സമയത്ത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ പിന്നീട് 1000 ചതുർയുഗങ്ങളുടെ അവസാനം സൃഷ്ടികർമ്മം ആരംഭിക്കേണ്ട സമയമാകുമ്പോൾ പ്രകൃതിയാണ് പുരുഷനെ ആ സുപ്തഹ ഇവ, ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ, അങ്ങനെ ഉറക്കത്തിൽ നിന്നും പ്രകൃതി ഉണരുമ്പോൾ പുരുഷൻ ഉണരുന്നു. അങ്ങനെ ഭഗവാൻ ഇച്ഛിക്കുന്നു, അങ്ങനെ മായയെ ഉണർത്തുന്നു. മായ സൃഷ്ടികർമ്മം, പ്രകൃതി സൃഷ്ടികർമ്മം, ഭഗവാൻ ഇച്ഛിക്കുന്നു, പ്രകൃതി സൃഷ്ടികർമ്മം ആരംഭിക്കുന്നു. അപ്പോൾ പുരുഷനും പ്രകൃതിയും അവിടെ ഒന്നായപ്പോൾ മക്കളായിട്ടുള്ള പ്രപഞ്ചവും സർവചരാചരങ്ങളും അവിടെ ഉണ്ടായി. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഉറക്കത്തിലാണ്, അതായത് വേറിട്ട് നിൽക്കുന്നു എന്ന ഭാവം. മനസ്സിലായ? ഉണർന്നപ്പോൾ പുരുഷൻ ഇച്ഛിക്കുന്നു, മായ ഉണരുന്നു. ആ ഇച്ഛയാണ് മായയിലേക്ക് ഇട്ടു കൊടുക്കുന്നത്. അങ്ങനെ മായ പ്രകൃതി ഗർഭം ധരിച്ചാണ് ഈ പ്രകൃതിയെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ വേറിട്ട് നിന്ന പരമശിവനും പാർവതീദേവിയും പിന്നീട് വീണ്ടും ഹിമവാന്റെ പുത്രിയായി സതീദേവി പാർവതീദേവിയായി ജനിച്ചിട്ട് മഹാദേവനെ തന്നെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ശിവനും ശക്തിയും ഒന്നാകുന്നു, പ്രപഞ്ചമുണ്ടാകുന്നു. അപ്പോൾ പ്രളയകാലത്ത് ഉറങ്ങിക്കിടന്നിരുന്ന മഹാദേവനെ പിന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രകൃതി ഉണർത്തി, അങ്ങനെ പ്രകൃതിയും പുരുഷനും ഒന്നായി പ്രപഞ്ചം ഉണ്ടാകുന്നത് പോലെ എന്ന് ഒരു ഉദാഹരണവും അവിടെ പറഞ്ഞു കൊടുത്തു മൈത്രേയ മഹർഷി. ശ്ലോകം 60. ഏതദ് ഭഗവതഃ ശംഭോഃ കർമ്മ ദക്ഷ അദ്വരദ്രുഹഃ ശ്രുതം ഭാഗവത് ശിഷ്യാത് ഉദ്ധവാത് മേ ബൃഹസ്പതേ. ശ്രുതം ഭാഗവതാത് ശിഷ്യാത് ഉദ്ധവാത് മേ ബൃഹസ്പതേ. ഏതത് എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം, ഭഗവതഃ ഭഗവാനായിട്ടുള്ള ശംഭോ മഹാദേവന്റെ കർമ്മഹ ഈ ഒരു കർമ്മം, അതായത് ദക്ഷന് മഹാദേവനോട് വിരോധമുണ്ടായതും വീരഭദ്രസ്വാമികൾ ഉണ്ടായതും ദക്ഷയാഗം അലങ്കോലമായതും വീണ്ടും അത് ഭംഗിയായി നടന്നതും, അതാണ് ഏതത് കർമ്മ. ഈ കർമ്മങ്ങളെക്കുറിച്ച്, മഹാദേവന്റെ ഈ കർമ്മങ്ങളെയൊക്കെ ദക്ഷ അദ്വര ധ്രുവം, ദക്ഷന്റെ നടത്താനിരുന്ന മഹായജ്ഞം നശിപ്പിക്കപ്പെട്ടതും പിന്നീട് അത് ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടതും എല്ലാം ഇങ്ങനെ മഹാദേവന്റെ സകല കർമ്മങ്ങളെക്കുറിച്ചും ശ്രുതം ഞാൻ കേട്ടത്, ഭാഗവതാത് ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള
ബൃഹസ്പതി ശിഷ്യാത്ത്, ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ടുള്ള ഉദ്ധവാത്, ഉദ്ധവരിൽ നിന്നുമാണ് മേ ശ്രുതം, ഞാൻ കേട്ടത് എന്ന് മൈത്രേയ മഹർഷി പറയുകയാണ്. അപ്പോൾ ദക്ഷയാഗം മുടങ്ങിയതും നടന്നതും ഒക്കെ ആയിട്ടുള്ള മഹാദേവൻ്റെ എല്ലാ കർമ്മങ്ങളെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുള്ളത് ഭാഗവതോത്തമനായിട്ടുള്ള ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ടുള്ള ഉദ്ധവരിൽ നിന്നുമാണ് ഞാൻ കേട്ടത്. ആ കേട്ടത് അങ്ങനെ തന്നെ വിദുരരെ നിനക്കായി പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന് പറയാണ്. ലാസ്റ്റത്തെ ശ്ലോകം 61. ഇതം പവിത്രം പരം ഈശ്വരചേഷ്ടിതം യശസ്യമായുഷ്യ അഘോഗമർഷണം നിത്യത ആകർണ്യ നരഹ അനുകീർത്തയേത് ദുനോതി അഘം കൗരവ ഭക്തിഭാവതഃ. ഹേ കൗരവ, അല്ലയോ വിദുരരെ. എന്നിട്ട് അവസാനം ഈ മഹാദേവൻ്റെ കഥയുണ്ടല്ലോ, ഈ ഒരു ചരിതം, അതിൻ്റെ പവിത്രതയെക്കുറിച്ച് പറയാനട്ടാ. ഹേ വിദുരരെ, ഇതം, ഈ പവിത്രം, പരിശുദ്ധമായ, പരമമായ ഈശേചേഷ്ടിതം ഭഗവാൻ മഹാദേവൻ്റെ ഈ കർമ്മങ്ങളെ കേൾക്കുന്നവൻ യശസ്യ, അത്രയും കീർത്തികരമാണ്, ആയുഷ്യ, കേൾക്കുന്നവൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ്, അഘോഗമർഷണം, അവൻ്റെ സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്നതുമാണ്, നിത്യം, നിത്യത, എന്നും, യഹ, ആരാണോ, നിത്യത, എന്നും, ആകർണ്യ, ഇത് ഭക്തിയോടെ, ഭക്തിഭാവതഃ, ഭക്തിയോടെ ഇത് കേൾക്കുന്നത്, ആകർണ്യ എന്ന് വെച്ചാൽ കേൾക്കുന്നത്, നരഹ, ഏതൊരു മനുഷ്യനാണോ എന്നും ഭക്തിയോടെ ഇത് കേൾക്കുന്നത്, അനുകീർത്തയെ, ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്, അതോടെ ദുനോതി അഘം, അവൻ്റെ സർവ്വ പാപങ്ങളും ഇല്ലാതായി പോകും എന്ന്, പാപങ്ങളെയും നശിപ്പിച്ചു കളയും അത് എന്നാണ്. അത്രയും പാവനമായ പരമമായ ചരിതമാണ് മഹാദേവൻ്റെ ചരിതം എന്നും കൊണ്ട് പറയുകയാണ് ഇവിടെ മൈത്രേയ മഹർഷി. ഏതൊരു മനുഷ്യനാണോ ഭക്തിഭാവത്തോടുകൂടി എന്നും ഇത്രയ്ക്കും പരമവും പരിശുദ്ധവും പാവനവുമായ മഹാദേവ കർമ്മചരിതത്തെക്കുറിച്ച് കേൾക്കുന്നത്, അതത്രയും യശസ്സും അവൻ്റെ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിച്ച് അവൻ്റെ സർവ്വ പാപങ്ങളെയും ഇല്ലാതാക്കുന്നതായിട്ടുള്ള ഈ ചരിതത്തെ നിത്യവും കേൾക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവൻ്റെ പാപങ്ങൾ പോലും പൂർണ്ണമായും കഴുകിക്കളയപ്പെടും. അത്രയ്ക്കും ശ്രേഷ്ഠമാണ് മഹാദേവ ചരിതം. ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ദ്വൈതഭാവത്തെയാണ് ഒരു ദേഷ്യവും ശത്രുതയും വെറുപ്പുമില്ലാതെ ഭഗവാൻ അങ്ങ്, മഹാദേവൻ അങ്ങ് എടുത്ത് പുറത്തേക്ക് കളഞ്ഞത്. ആ ഞാൻ വേറെ എന്നുള്ള അവൻ്റെ ദ്വൈതഭാവം, അവൻ്റെ ഞാനാണ് എല്ലാം എന്ന അവൻ്റെ അഹങ്കാരത്തെ വളരെ ഭംഗിയായിട്ട് എന്നാൽ ഭഗവാൻ ആ ആളോട് ഒരു ദേഷ്യവുമില്ല, വളരെ ഭംഗിയായിട്ട് അതിനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞ ആളെ അങ്ങ് പരിശുദ്ധമാക്കി തീർത്തു. ഈ ചരിതം കേൾക്കുന്നവനെ പോലും അത് പരിശുദ്ധമാക്കുമെന്നാണ് പറഞ്ഞിട്ട് മൈത്രേയ മഹർഷി അത്രയും പറയുന്നു. അങ്ങനെ ഭാഗവതത്തിലെ 7ാമത്തെ ചതുർത്ഥ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മഹാദേവ ചരിതം ഇവിടെ അവസാനിച്ചു കേട്ടോ. ഇനി അധ്യായം 8 അടുത്ത ആഴ്ച. നമസ്തേ.